അപ്പൊ എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യാണ് നമ്മുടെ അടുത്ത സെഷനിലേക്ക്. ഇതൊരു എല്ലാ ആഴ്ചയും നടത്തുന്ന ഫ്രീ സെഷൻസ് ആണ്. അപ്പോ വന്നിരിക്കുന്ന എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്നു. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ ഗ്രൂപ്പിനകത്ത് ഒരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഗ്രോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏരിയാസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ട്. ഇപ്പൊ പേഴ്സണൽ ഗ്രോത്ത് ആഗ്രഹിക്കുന്നവരുണ്ടായിരുന്നു, പ്രൊഫഷണൽ ഗ്രോത്ത് ആഗ്രഹിക്കുന്നവരുണ്ടായിരുന്നു, കരിയർ ഗ്രോത്ത് പറയുന്നവരുണ്ടായിരുന്നു, ഒരു ഓവറോൾ ഗ്രോത്ത് വേണമെന്ന് പോൾ ചെയ്ത ആളുകളുണ്ടായിരുന്നു. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിച്ചു, എന്തൊക്കെയാണ് നിങ്ങളിപ്പോ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ്, ഇതിലേക്ക് എത്താൻ നിങ്ങൾക്ക് സാധിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് പ്രോബ്ലംസ് നിങ്ങളോട് ഞാൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സെഷനാണ് ഇന്ന് പോകുന്നത്. എങ്ങനെ നമുക്ക് സക്സസിലേക്ക് എത്താൻ പറ്റും, ഇതിന്റെ പിന്നിൽ ഒരു സീക്രട്ട് എന്താണെന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ റിവീൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്. എല്ലാവരും റെഡി ആണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എല്ലാവരും വെയിറ്റിംഗ് ആണോ? എന്താണ് ആ ഒരു സീക്രട്ട് എന്ന് അറിയാൻ വേണ്ടി വെയിറ്റിംഗ് ആണോ എല്ലാവരും? ഗ്രോ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, കുറെ കാര്യങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട്, ഇടയ്ക്ക് തോറ്റു പോകുന്നുണ്ട്, എഗെയിൻ പിന്നെയും ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ എവിടേക്കോ എന്തോ നമ്മളെ പിന്നോട്ട് വലിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സീക്രട്സിലേക്ക് പോവാം. എന്തായിരിക്കും നമുക്ക് ഗ്രോത്ത്, നമുക്ക് എന്താണ് ഇതിന്റെ ഒരു സീക്രട്ട് എന്താണെന്ന് നോക്കാം. എല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത്, നിങ്ങൾക്ക് പലർക്കും പല ആഗ്രഹങ്ങൾ ഉണ്ടാവും. അതായത് ഒന്ന്, കഴിഞ്ഞ വർഷം പോലെ ആവരുത് എൻ്റെ ഈ ഒരു വർഷം. ഈ ഒരു വർഷം എനിക്ക് ബെറ്റർ ആയിട്ട് ജീവിക്കണം, ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ എൻ്റെ ആഗ്രഹങ്ങളെല്ലാം എനിക്ക് നേടിയെടുക്കണം എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഇവിടെ എല്ലാവരും വന്നിരിക്കുന്നത്, അല്ലെ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ തീരുമാനം എടുക്കണം. കഴിഞ്ഞ വർഷം പോയതുപോലെ തന്നെ എന്റെ ലൈഫ് കൊണ്ടുപോകണം, അത് ഈ വർഷം എന്തെങ്കിലും സംതിങ് ഞാൻ ഒരു ചേഞ്ച് എന്റെ ലൈഫിൽ കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നവരെല്ലാവരും ഒരു തംസപ്പ് വിട്ടെ. എന്തെങ്കിലും എന്റെ ലൈഫിൽ ഒരു ചേഞ്ച് കൊണ്ടുവന്നേ പറ്റൂ. ഇതുവരെയും ജീവിച്ച പോലെ ജീവിച്ചിട്ട് കാര്യമില്ല, എനിക്കൊന്ന് സക്സസ് ആയേ പറ്റൂ, എനിക്കൊന്ന് ഗ്രോ ചെയ്തേ പറ്റൂ എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എല്ലാവരുടെ തംസപ്പ് വിടാം. ഓക്കെ. ആൻഡ് ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത്, സാധാരണ നമ്മൾ എപ്പോഴും സ്വപ്നം കാണും, അങ്ങനെ ആകണം ഇങ്ങനെ ആവണം എന്നുള്ളത്. നടക്കാത്ത ആഗ്രഹങ്ങളെല്ലാം ജസ്റ്റ് സ്വപ്നങ്ങളായി മാറും. നമുക്ക് ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് ഇതാണ്. പലരും ജാനുവരി ആകുമ്പോൾ പല പല ഗോൾസ് സെറ്റ് ചെയ്യും, അതിലേക്ക് നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റുന്നില്ല. ഒന്നോ രണ്ടോ ദിവസം നമ്മൾ അത് ട്രൈ ചെയ്യും, മൂന്നിന്റെ അന്ന് സ്റ്റോപ്പ് ചെയ്യും. അതെന്തുകൊണ്ടാണെന്ന് ആരെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? എന്താണ് അതിന്റെ റീസൺ? ഒന്ന് അൺമ്യൂട്ട് ചെയ്തൊന്ന് പറഞ്ഞ്, എന്തുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ആ ഗോളിലേക്ക് റീച്ച് ചെയ്യാൻ സാധിക്കാത്തത്? കൺസിസ്റ്റന്റ് അല്ലാത്തത് കൊണ്ടെന്ന് ജിഷ പറയുന്നു. ഓക്കെ, കൺസിസ്റ്റൻസി ഇല്ലാത്തത് ഒരു പ്രശ്നമാണ്. കൺസിസ്റ്റന്റ് അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ജിഷ പറഞ്ഞു കൺസിസ്റ്റന്റ് അല്ല എന്നുള്ളത്. അതേപോലെ വേറെ ആർക്ക് എന്താണ് പറയാനുള്ളത്? വേഗം വേഗം ആൻസേഴ്സ് നിങ്ങൾ ടൈപ്പെങ്കിലും ചെയ്യൂ. ഡൈവേർട്ട് ചെയ്തു പോകുന്നു, ജിഷ പറയുന്നു. ഡൈവേർട്ട് ചെയ്തു പോകുന്നു, കാര്യങ്ങളെല്ലാം നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ഡൈവേർട്ട് ചെയ്തു പോകുന്നു. സഫ് പറയുന്നു ലേസിനെസ് ആണ് പ്രശ്നം എന്നുള്ളത്, മടി കൊണ്ടാണ് ഗോളിലേക്ക് എത്താൻ പറ്റാത്തത്. ഇനി എന്താണ്, ഇനി ആർക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യും, പക്ഷെ നിങ്ങളൊന്ന് പെട്ടെന്ന് സ്റ്റോപ്പ് ആയി പോകും. 2-3 ദിവസമേ അതിന്റെ ഒരു എനർജി ഉണ്ടാവുള്ളൂ. എന്തെങ്കിലുമൊക്കെ ഒരു ഗോൾ സെറ്റ് ചെയ്തു, അതിലേക്ക് ഇറങ്ങാൻ പോകുന്നു, പക്ഷെ എവിടെയോ എന്തോ ഒരു സ്റ്റക്ക് ഗെയിം ഫീൽ ചെയ്യുന്നു. ഡൈവേർട്ട് ചെയ്ത് പോകുന്നു എന്ന് പറഞ്ഞു, കൺസിസ്റ്റൻസി ഇല്ലാത്തതാണെന്ന് പറഞ്ഞു, ലേസിനെസ് ആണ് പ്രശ്നം എന്ന് പറഞ്ഞു. ഇനി ആർക്ക് എന്താണ് പറയാനുള്ളത്? അതും ആർക്കൊന്നും പറയാനില്ല, എല്ലാവരും ഗോൾ അച്ചീവ് ചെയ്തിരിക്കുന്ന ആളുകളാണോ അവിടെ ഇരിക്കുന്നവര്? എന്താ നിങ്ങളുടെ പ്രശ്നം എന്നുള്ളത് ഒന്ന് ചാറ്റിലെങ്കിലിടും. ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആണ് നിങ്ങളുടെ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്നുള്ളത്. സി, ഞാൻ ഒരുപാട് ആളുകളെ ഞാൻ കാണാറുണ്ട് ലൈഫിൽ. ആക്ച്വലി ഒരുപാട് ഡ്രീംസ് എല്ലാം സെറ്റ് ചെയ്ത്, ഒരുപാട് ഗോൾസ് എല്ലാം സെറ്റ് ചെയ്ത് വരുന്ന ആളുകളായിരിക്കും. അവർ ലൈഫിൽ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടാവും, കഷ്ടപ്പെടുന്നുണ്ട് അവര്, പക്ഷെ അവരെവിടേക്കോ ലൈഫിൽ സ്റ്റക്കായി പോകുന്നു. അത് പെട്ടെന്ന് എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരത് വർക്ക് ചെയ്യാത്തത് കൊണ്ടൊന്നുമല്ല, അവർ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളുകളാണ്. പക്ഷെ എവിടേക്കോ അവരൊന്ന് മിസ്മാച്ച് ചെയ്ത് കിടക്കുന്നു, ഒന്ന് മിസ് അലൈൻഡ് ആയിട്ട് കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം സംഭവിക്കുന്നത്. ഹാർഡ് വർക്ക് ചെയ്യാനുള്ള മനസ്സുണ്ട്, ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, ചെയ്യാനുള്ള മെത്തേഡ്സ് അവർക്കറിയാം, അവർ പുതിയ കാര്യങ്ങൾ പലതും ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ അവർ ചെയ്യുന്നതിൽ അവർ എന്തൊക്കെയോ ഒരു മിസ് അലൈൻഡ് ആയിട്ട് കിടക്കുന്നത് കൊണ്ടാണ് അവർക്ക് ഈ സക്സസിലേക്ക് റീച്ച് ചെയ്യാൻ പറ്റാത്തത്. അത് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങളൊന്ന് മിസ് അലൈൻഡ് ആയിട്ട് കിടക്കുകയാണ്. അതൊന്ന് നിങ്ങളൊന്ന് റെഡിയാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഗോൾസിലേക്ക് റീച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ.
അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഒരു ഒരു 92% ഗോൾസും നമ്മുടെ ഒരു ആദ്യത്തെ 6 ആഴ്ചയിൽ തന്നെ നമ്മൾ ഫെയിലർ ആയി പോകും. ഒരു ഗോൾ സെറ്റ് ചെയ്ത് വിത്തിൻ ഒരു ആദ്യത്തെ ഒരു 6 വീക്സിൽ തന്നെ നമ്മുടെ ഗോൾ ഫെയിലർ ആയി പോകും. നമുക്ക് അതിലേക്ക് മുൻപോട്ട് പോകാൻ പറ്റുന്നില്ല. ഇവിടെ നിങ്ങൾ മടിയന്മാരായതുകൊണ്ടല്ല ഇത് ഇവിടെ സംഭവിക്കുന്നത്. ആക്ച്വലി ഇത് നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ്. കാരണം നിങ്ങൾ എന്തൊക്കെയോ ഇമോഷൻസ് നിങ്ങൾ പ്രോപ്പർ ആയിട്ട് അലൈൻഡ് അല്ലാതെയാണ് നിങ്ങൾ ഈ ഒരു ഗോളിലേക്ക് വരുന്നത്. മേ ബി മറ്റുള്ളവർ ആരെങ്കിലും ചെയ്യുന്നത് കണ്ടിട്ട് എനിക്കും ഇതേപോലെ ചെയ്യണം എന്ന് ആഗ്രഹിച്ച് വരുന്നവരായിരിക്കും. ഒന്നില്ലെങ്കിൽ ഇനി ഇതുപോലെ ജീവിച്ചാൽ പോരാ, എനിക്കൊന്ന് അടിപൊളിയായിട്ട് ജീവിക്കണം, എനിക്ക് കുറച്ച് പണം ഏൺ ചെയ്യണം, എനിക്ക് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കണം എന്ന് ചിന്തിക്കുന്നവരായിരിക്കാം നിങ്ങൾ. ഇതൊക്കെ കൊണ്ട് നിങ്ങൾ വരുന്നവരായിരിക്കാം. അപ്പൊ നിങ്ങൾ പ്രോപ്പർ ആയിട്ടൊന്ന് അലൈൻഡ് അല്ലാതെയാണ് ഇതിലേക്ക് ഇറങ്ങുന്നതെങ്കിൽ നിങ്ങൾ ഇതിന്റെ ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയാണെന്നുള്ളതാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ഒരു പുതിയൊരു കാര്യത്തിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ, നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്ത് പുതിയൊരു കാര്യത്തിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മുടെ ബ്രെയിൻ പറയും ഇറ്റ്സ് ടു ഡേഞ്ചർ. ഒരുപാട് ചേഞ്ചസ് നീ ഫേസ് ചെയ്യേണ്ടി വരും നിന്റെ ലൈഫിൽ. നീ ഇതിലേക്ക് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാല് ചിലപ്പോൾ നിനക്ക് ഒരു കംഫർട്ട് സോണിൽ ഇരിക്കാൻ പറ്റില്ല. നിന്റെ കംഫർട്ട് സോൺ ചിലപ്പോൾ നിനക്ക് ബ്രേക്ക് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ നീ ഒരുപാട് ടൈം നീ വർക്ക് ചെയ്തുകൊണ്ട് ഇരിക്കേണ്ടി വരും. എപ്പോഴും ഈസി ആയിട്ട് നടക്കാൻ പറ്റില്ല. ഫ്രണ്ട്സിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. പുതിയ കാര്യങ്ങൾ കുറെ പഠിക്കേണ്ടി വരും. ഇത്തരത്തിലുള്ള കൺഫ്യൂഷൻസ് നമ്മുടെ ഉള്ളിൽ നിന്ന് വന്നുകൊണ്ടേയിരിക്കും. ഭയങ്കര ഡേഞ്ചർ ആണ്, നീ ചെയ്യേണ്ടെന്നുള്ള നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? ആരോ ഒരാൾ നിങ്ങളോട് ഇതൊന്നും വേണ്ട, നിർത്തി പൊയ്ക്കോ എന്ന് പറയുന്ന പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഫീൽ ചെയ്തിട്ടുണ്ട്. യെസ്, 100%. ചെയ്യണ്ട, നിർത്തിക്കോ, പറ്റില്ല, നിനക്കിത് പറ്റില്ല, നീ അന്ന് ചെയ്തിട്ട് നീ ഇത് പ്രശ്നമായതാണ്, നിനക്ക് നിർത്തേണ്ടി വന്നതാണ് എന്നുള്ള പല കാര്യങ്ങൾ പ്രീവിയസ് നമ്മുടെ ലൈഫിൽ നടന്ന കാര്യങ്ങൾ നമ്മുടെ മൈൻഡിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഒരു 2-3 ഡേയ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും, അത് കഴിഞ്ഞ് നമ്മൾ അത് സ്റ്റോപ്പ് ചെയ്യും. മടുപ്പ് വരും. ഓക്കെ, ചാറ്റിൽ പറയുന്നു മടുപ്പ് വരുന്നു. ഇതാണ് നമ്മുടെ ലൈഫിൽ നടക്കുന്നത്. അതിലേക്ക് നമുക്ക് അങ്ങോട്ട് പോവാൻ പറ്റുന്നില്ല. നമ്മൾ എന്തൊക്കെയോ നമ്മൾ ബ്ലോക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ആ ഒരു കാര്യം എന്താണ്, ആ ഒരു കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നിങ്ങൾക്കും പോസിബിൾ ആണ്. നിങ്ങൾക്കും പോസിബിൾ ആയിട്ട് കാര്യങ്ങൾ മൂവ് ചെയ്യാൻ പറ്റും. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ എല്ലാവരും റെഡി ആയിട്ട് ഇരിക്കുക. വേണ്ട പോയിന്റ്സ് എല്ലാം നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നുന്നതെല്ലാം നിങ്ങളൊന്ന് നോട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പൊ അതിനകത്ത് ആദ്യത്തെ പോയിന്റ് എനിക്ക് പറയാനുള്ളത് 5 കാര്യങ്ങൾ നിങ്ങളൊന്ന് അലൈൻഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് സക്സസ് ആകാൻ പറ്റും. ഏതൊക്കെയാണ് ആ 5 കാര്യങ്ങൾ? ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? ഏതൊക്കെ കാര്യങ്ങളായിരിക്കും അത്? ഒരു 5 ഏരിയാസിൽ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കും സക്സസ് ആകാൻ പറ്റും. പക്ഷെ അതിൽ നിങ്ങൾ വർക്ക് ചെയ്തേ പറ്റും. അതിൽ ഒന്നാമത്തെ കാര്യമാണ്, ഞാൻ പറയാണ്, ഒന്നാമത്തെ കാര്യമാണ് മൈൻഡ് സെറ്റ്. പലയിടത്തും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് എന്താണ് ആക്ച്വലി? മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് എന്താണ്? ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് വാട്ട് യു ബിലീവ്, നിങ്ങൾ എന്താണ് വിശ്വസിച്ചിരിക്കുന്നത്, അതാണ് നിങ്ങളുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇപ്പോ ചെയ്യാനൊന്നും പറ്റില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് അതിനൊന്നിനും പറ്റില്ല. നിങ്ങൾ ആ ഒരു മൈൻഡ് സെറ്റിൽ ഇരുന്നു കൊണ്ടാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് സക്സസ് ആകാൻ പറ്റില്ല. നിങ്ങൾ ഇപ്പൊ ഇരിക്കുന്ന ഒരാള്, നിങ്ങൾ ഫ്യൂച്ചറിൽ മാറാൻ പോകുന്ന ഒരാളും ഉണ്ട്. ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ആരായി മാറണം എന്നൊരാഗ്രഹമുള്ള ഒരാളുണ്ട്. ആ ഒരാളിലേക്ക് എത്താതെ നിങ്ങൾ ഇപ്പോഴത്തെ ഈ ഒരു മൈൻഡ് സെറ്റ് വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് സക്സസ് ആവാൻ പറ്റില്ല. ബിക്കോസ് നിങ്ങൾ അതാണ് വിശ്വസിച്ചിരിക്കുന്നത്, എന്നെ കൊണ്ട് പറ്റില്ല, എനിക്ക് ചെയ്യുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, എനിക്ക് കുറച്ച് ടെൻഷൻസ് വരാറുണ്ട്, എനിക്ക് പേടിയാണ് അതൊക്കെ ചെയ്യാൻ, എനിക്ക് ഇതിലേക്ക് ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിച്ചിരിക്കുകയാണ്. ആ ഒരു വിശ്വാസം വെച്ചിട്ട് ഒരിക്കലും നിങ്ങൾക്ക്, ആ ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരിക്കലും സക്സസ് ആവാൻ പറ്റില്ല. ഇതാണ് നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നതിന്റെ ഒരു മേജർ ഫാക്ടർ. ആൻഡ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഹാബിറ്റ്സ് ആണ്. രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ ശീലങ്ങൾ. നമുക്ക് ഒരുപാട് ഹാബിറ്റ്സ് ഉണ്ട്, അല്ലെ? നമുക്ക് ഒരുപാട് ഹാബിറ്റ്സിലൂടെ നമ്മൾ പോവാണ്. അപ്പൊ ഈ ഹാബിറ്റ് എന്ന് പറയുന്നത് എന്താണ് ആക്ച്വലി? നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളെയാണ് നമ്മുടെ ഹാബിറ്റ് എന്ന് പറയുന്നത്. അപ്പോ ഡെയിലി വാട്ട് യു ഡു ഡെയിലി, അതാണ് ഹാബിറ്റ്. അതാണ് രണ്ടാമത്തെ കാര്യം. അതും നിങ്ങളുടെ സക്സസ്സുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട്. വരും അടുത്തടുത്തായിട്ട് പറയുമ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ആൻഡ് മൂന്നാമത്തെ കാര്യമാണ് നിങ്ങളുടെ ഇമോഷൻസ്. ഇമോഷൻസ് എന്ന് പറയുമ്പോൾ വാട്ട് യു ഫീൽ, എന്താണ് നിങ്ങളിപ്പോൾ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതാണ് നിങ്ങളെ ഡ്രൈവ് ചെയ്യുന്ന ഒരു ഫാക്ടർ. നിങ്ങളൊരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ
നിങ്ങൾക്കൊരു മടുപ്പ് ഫീൽ ചെയ്യുന്നു, അതൊരു ഫീലിംഗ് ആണ്. അതാണ് നിങ്ങളുടെ ഇമോഷൻ എങ്കിൽ നിങ്ങൾക്ക് മുൻപോട്ട് പോകാൻ പറ്റില്ല. നിങ്ങൾ ഡ്രൈവ് ചെയ്യാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എനർജി കിട്ടുന്ന കാര്യം നിങ്ങൾക്ക് അതിലുണ്ടാവണം. അതില്ലെങ്കിൽ നിങ്ങൾക്ക് മുൻപോട്ട് പോകാൻ പറ്റില്ല. നിങ്ങൾ അത് പതിയെ സ്റ്റോപ്പ് ചെയ്ത് നിങ്ങൾ നിർത്തിക്കളയും. ആൻഡ് നാലാമതായിട്ട് പറയുന്നതാണ് എൻവയൺമെന്റ്. വാട്ട് സറൗണ്ട്സ് യു, എന്താണ് നിങ്ങളുടെ ചുറ്റുമുള്ളത്. നമ്മൾ ഏറ്റവും കൂടുതൽ ഞാൻ കേട്ടിട്ടുള്ളതാണ്, ചുറ്റുമുള്ള ആളുകളെ കംപ്ലൈന്റ് ചെയ്തുകൊണ്ടിരിക്കും, ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കും. എന്റെ സറൗണ്ടിങ് ശരിയല്ല, എന്റെ എൻവയൺമെന്റ് ശരിയല്ല, എന്നെ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല, എന്റെ വീട്ടിലെ സിസ്റ്റം ശരിയല്ല, ഓഫീസിലാണെങ്കിൽ ഓഫീസിലെ സിസ്റ്റം ശരിയല്ല. ഈ എൻവയൺമെന്റ് നമുക്ക് എപ്പോഴും ഒരു പ്രോബ്ലമാണ്. അതും നിങ്ങളുടെ സക്സസിനെ പിന്നോട്ട് വലിക്കുന്ന ഒരു കാര്യമാണ് എൻവയൺമെന്റ്. ആൻഡ് അഞ്ചാമത്തെ കാര്യം ആക്ഷൻ. എന്താണോ നിങ്ങൾ ഡെയിലി ബേസിൽ റെഗുലർ ആയിട്ട് എടുക്കുന്നത്, നിങ്ങളുടെ ഗോളിലേക്ക് റീച്ച് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്താണോ ചെയ്യുന്നത്, അതാണ് നിങ്ങളുടെ ആക്ഷൻ എന്ന് പറയുന്നത്. ഈ 5 കാര്യങ്ങളും പ്രോപ്പർ ആയാൽ മാത്രമേ നിങ്ങൾക്ക് സക്സസ് ആകാൻ പറ്റുള്ളൂ. ഇതാണ് സീക്രറ്റ്സ് ഓഫ് സക്സസ് എന്ന് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ മൈൻഡ് സെറ്റ്, നിങ്ങളുടെ ഹാബിറ്റ്സ്, നിങ്ങളുടെ ഇമോഷൻസ്, നിങ്ങളുടെ എൻവയൺമെന്റ്, നിങ്ങളുടെ ആക്ഷൻ. ഇതിലൊന്നും നമ്മൾ വർക്ക് ചെയ്യാതെ നമ്മൾ വെറുതെ ഒരു ഗോൾ അങ്ങോട്ട് സെറ്റ് ചെയ്യാണ്, അതിലേക്ക് വേണ്ടി വർക്ക് ചെയ്യാണ്, അതിലേക്ക് തുടങ്ങും, സ്റ്റോപ്പ് ചെയ്യും. പക്ഷെ ഇതൊക്കെ നമ്മൾ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്തിട്ടാണ് നമ്മളൊരു ഇതിലേക്ക് ഇറങ്ങുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കും സക്സസ് ആകാൻ പറ്റും. എത്ര പേർക്ക് ഇത് അടിപൊളിയായിട്ട് തോന്നുന്നു, ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്? ശരിയാണല്ലോ, ഈ പോയിന്റ്സിലൊക്കെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് വർക്ക് ചെയ്യുകയാണെങ്കിൽ എനിക്കും ഒരു മടുപ്പില്ലാതെ മുൻപോട്ട് പോയിക്കൂടെ എന്ന് എത്ര പേർക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്? യെസ്, ഒരുപാട് പേര് ചാറ്റിൽ മെസ്സേജ് വരുന്നുണ്ട്. ഓഫ് കോഴ്സ് നിങ്ങൾക്കും പോസിബിൾ ആണ്. ഈ 5 കാര്യങ്ങളിൽ നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്കും പോസിബിൾ ആണ്. പക്ഷെ അതെന്താണ് ചെയ്യാൻ പറ്റാത്തത്? അതിലേക്കാണ് നമ്മൾ വരുന്നത്. ഞാനും ഒരുപാട് ഗോൾസ് സെറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ്, ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോഴൊക്കെ ഞാൻ വിചാരിക്കുന്ന പോലെ എനിക്ക് റിസൾട്ട് കിട്ടില്ലായിരുന്നു. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ട്രൈ ചെയ്യും, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. പക്ഷെ എനിക്ക് അപ്പോഴൊന്നും റിസൾട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. ഞാനും ഈ ഒരു സീക്രട്ട് മനസ്സിലാക്കിയതിന് ശേഷമാണ് പെട്ടെന്ന് പെട്ടെന്ന് എങ്ങനെ സക്സസ് ആകാം എന്നതിലേക്ക് ഞാൻ എത്തിച്ചേർന്നത്. ഞാൻ പ്രോപ്പറായിട്ട് എന്റെ മൈൻഡ് സെറ്റിൽ വർക്ക് ചെയ്തു, ഞാൻ എന്റെ ഹാബിറ്റ്സിൽ ഞാൻ വർക്ക് ചെയ്തു. അതുപോലെ തന്നെ എന്റെ ഇമോഷൻസ്, എന്താണ് എന്റെ ഇമോഷൻസ് എന്നുള്ളതിൽ ഞാൻ വർക്ക് ചെയ്തു, എന്റെ എൻവയൺമെന്റിൽ ഞാൻ വർക്ക് ചെയ്തു, ആക്ഷൻസ് എടുത്തുകൊണ്ടേയിരുന്നു. ഈ 5 കാര്യങ്ങൾ നിങ്ങളും വർക്ക് ചെയ്യുകയാണെങ്കിൽ പ്രോപ്പറായിട്ട് നിങ്ങൾക്കും നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഇതേപോലെ നിങ്ങൾക്കും പോസിബിൾ ആണ്. ഈ ഒരു 5 കാര്യത്തിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും ഇത് പോസിബിൾ ആണ്. ഒന്ന് പറഞ്ഞേ, ഇതിൽ വർക്ക് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്കുണ്ടോ എന്നൊന്ന് പറഞ്ഞേ. ഇതിൽ എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് ഒരു ഐഡിയ നിങ്ങൾക്കുണ്ടോ? എങ്ങനെ നിങ്ങൾക്ക് ഇതിൽ വർക്ക് ചെയ്യാൻ പറ്റും? മൈൻഡ് സെറ്റിൽ എങ്ങനെ വർക്ക് ചെയ്യാം, നിങ്ങളുടെ ഹാബിറ്റ്സിൽ എങ്ങനെ വർക്ക് ചെയ്യാം, നിങ്ങളുടെ ഇമോഷൻസിൽ എങ്ങനെ വർക്ക് ചെയ്യാം, നിങ്ങളുടെ എൻവയൺമെന്റിൽ എങ്ങനെ വർക്ക് ചെയ്യാം. ഇങ്ങനെ എന്തെങ്കിലും കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്റെ വരുന്ന ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്. ജസ്റ്റ് 10 ഡേയ്സ് നിൽക്കുന്ന ഒരു വർക്ക്ഷോപ്പാണ്. അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ചെറിയൊരു പ്രൈസിലാണ് ഈ ഒരു വർക്ക്ഷോപ്പ് വരുന്നത്. അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. പ്രോപ്പറായിട്ട് ഒരു ഹാബിറ്റ് ഉണ്ടാക്കാൻ, പ്രോപ്പറായിട്ട് ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കാൻ, പ്രോപ്പറായിട്ട് ഒരു ഇമോഷൻ, ഏത് കറക്റ്റ് ഇമോഷനിൽ നിൽക്കണമെന്ന് അതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് ജസ്റ്റ് ഞാനിവിടെ പറഞ്ഞു എന്നുള്ളൂ. പക്ഷെ ഈ ഒരു വെബിനാറിൽ തന്നെ, ഈ ഒരു സെഷനിൽ തന്നെ ഞാൻ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തരുന്നുണ്ട്. ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കൂടുതൽ മനസ്സിലാകും. ഒരാള് അയാളുടെ ഹെൽത്ത്, അയാള് ഭയങ്കര ഫിറ്റ്നസ് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അയാളിപ്പോ ഒരു ഹെൽത്ത് ഗോളാണ് വെച്ചിരിക്കുന്നത്. എനിക്ക് ഇത്രയും kg വെയിറ്റ് കുറയ്ക്കണം എന്നുള്ളതാണ് അയാളുടെ ഗോൾ എന്ന് വിചാരിക്കാം. പക്ഷെ അയാളുടെ മൈൻഡ് സെറ്റ് എന്താണ്? അയാളുടെ മൈൻഡ് സെറ്റ് എന്താണ്? എനിക്കിത് പറ്റുമോ? ഞാൻ എത്രയും kg കുറയ്ക്കണം എന്ന് അയാൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ എനിക്കിത് പറ്റുമോ, ഇത് പോസിബിൾ ആണോ എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് അയാൾ നിൽക്കുന്നത്. ആൻഡ് രണ്ടാമതായിട്ട് അയാളുടെ ഹാബിറ്റ് എന്താണ്? ഹാബിറ്റ് വരുന്നത് ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും. എത്ര ലേറ്റ് ആയിട്ടാണെങ്കിലും അയാൾ ലേറ്റ് നൈറ്റ് സ്നാക്സ് കഴിക്കുന്നവരായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതാണ് അയാളുടെ ഹാബിറ്റ്. രാത്രി സ്നാക്സ് കഴിക്കുന്നു, ജങ്ക് ഫുഡ്സ് കഴിക്കുന്നു, ഉറക്കം ശരിയാവുന്നില്ല. ഇതൊക്കെ അയാളുടെ ശീലങ്ങളാണ്. അങ്ങനെ ഒരു ശീലങ്ങൾ ഉള്ള ഒരാൾക്ക് വെയിറ്റ് കുറയ്ക്കാൻ പറ്റുമോ? ആൻഡ് മൂന്നാമതായിട്ട് അയാളുടെ ഇമോഷൻ എപ്പോഴും എന്തായിരിക്കും? അയാള് വളരെ ലേറ്റ് ആയിട്ട് സ്നാക്സും കാര്യങ്ങളും ജങ്ക് ഫുഡ്സ് ഒക്കെ കഴിച്ചതിന് ശേഷം ഉടനെ തന്നെ അയാളുടെ ഉള്ളിലേക്ക് ഒരു ഗിൽറ്റ് ഫീലിംഗ് വരും, ഒരു കുറ്റബോധം വരും. അതാണ് അയാളുടെ ഇമോഷൻ. ഗിൽറ്റ് ഫീലിംഗ് ഒക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഭയങ്കരമായിട്ട് ഡൗൺ ആക്കി കളയും. നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റില്ല. ഇത്തരം ഇമോഷനിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ തന്നെ അയാളുടെ ആ ഒരു ഇമോഷൻ ശരിയായില്ല.
പിന്നെ അയാളുടെ എൻവയൺമെന്റ്, ചുറ്റുമുള്ള ആളുകൾ അയാളെ കുറിച്ച് എന്തായിരിക്കും പറയുന്നത്. ആർക്കും അയാളുടെ ഫിറ്റ്നസ്സിൽ ആർക്കും വലിയ കെയർ ഉണ്ടാവില്ല. അയാളുടെ ആഗ്രഹമാണ് അയാൾക്ക് ഗ്രോ ചെയ്യണം, അയാളുടെ ബോഡി ഫിറ്റ് ആക്കണം എന്നുള്ളത് അയാളുടെ ഉദ്ദേശമാണ്. ചുറ്റുമുള്ള ആരും അയാളെ സപ്പോർട്ട് ചെയ്യോ കെയർ ചെയ്യോ ചെയ്യില്ല. അതാണ് അയാളുടെ എൻവയൺമെന്റ് എന്ന് പറയുന്നത്. ആൻഡ് ഫൈനലി അയാൾ അതിനു വേണ്ടി ഒരു ആക്ഷനും എടുക്കുന്നില്ല. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ അയാൾക്ക് ഗ്രോ ചെയ്യാൻ പറ്റും, അയാൾക്ക് എങ്ങനെ അയാളുടെ ഗോൾ മീറ്റ് ചെയ്യാൻ പറ്റും, ഇതാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ എങ്ങനെയാണെന്നുള്ളത്. മൈൻഡ് സെറ്റ് എന്താണ്? എനിക്ക് ചെയ്യാൻ പറ്റില്ല, എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. പറ്റുന്ന അയാൾ വിശ്വസിക്കുകയാണെങ്കിൽ അതൊരു പ്രോപ്പർ മൈൻഡ് സെറ്റ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? ഇതൊരു പ്രോപ്പർ മൈൻഡ് സെറ്റ് അല്ല. എനിക്ക് പറ്റുമോ, ഇത് തന്നെയാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം. ഒരു കാര്യം നടത്തണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നിങ്ങൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എനിക്ക് പറ്റുമോ, ഞാനിത് ചെയ്താൽ ശരിയാകോ, ഞാനിത് ചെയ്തിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറയോ, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിത് സഹിക്കാൻ പറ്റുമോ, ഇതൊക്കെയല്ലേ നിങ്ങൾ തിങ്ക് ചെയ്യുന്ന കാര്യങ്ങൾ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ, നിങ്ങളുടെ ഫെയിലിയർ, നിങ്ങൾക്ക് സക്സസ് ആകാൻ പറ്റാത്തതിന്റെ ഒരു മേജർ റീസൺ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. നിങ്ങളുടെ പ്രോപ്പർ മൈൻഡ് സെറ്റിൽ നിങ്ങൾ നിന്നുകൊണ്ട് നിങ്ങളൊന്ന് വർക്ക് ചെയ്ത് നോക്കി. എനിക്ക് പറ്റും, ഇത് ഞാൻ എന്തായാലും ചെയ്യും, ഈ വർഷം തീരുന്നതിന് മുൻപ് ഈ ഒരു ഗോൾ ഞാൻ അച്ചീവ് ചെയ്യും, കാരണം എനിക്കത് പറ്റും. അങ്ങനെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ ഇതെനിക്ക് പറ്റും എന്നുള്ളത്? എത്ര പേർക്ക് ഇവിടെ അങ്ങനെ അങ്ങനെ ഇനി പറ്റും എന്ന് ചിന്തിക്കാൻ പറ്റുന്ന എത്ര പേരുണ്ട് ഇവിടെ? ഇനിയെങ്കിലും എനിക്കത് പറ്റുമെന്ന് നിങ്ങൾക്ക് തിങ്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുള്ളവരെല്ലാം തംസപ്പ് വിടാം. അതിൽ തന്നെ നിങ്ങളുടെ കുറെ പ്രശ്നങ്ങൾ മാറിക്കിട്ടും. നിങ്ങളുടെ മൈൻഡ് സെറ്റിൽ നിങ്ങൾക്കൊന്ന് ഉറച്ചു വിശ്വസിക്കാൻ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് അവിടെ സോൾവ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഈ വെയിറ്റ് കുറക്കാൻ നടന്ന ആള് പറ്റുമോ എന്ന് ചോദിച്ച പോലെ ആയിപ്പോകും. രണ്ടാമത്തെ കാര്യം, അതിനുവേണ്ടിയുള്ള ഹാബിറ്റ്സ് എനിക്ക് ഫോം ചെയ്യാൻ പറ്റുമോ, ഞാൻ അതിനു വേണ്ടി എന്റെ ലൈഫിൽ എനിക്ക് പുതിയ പുതിയ റുട്ടീൻസ് കൊണ്ടുവരാൻ പറ്റുമോ, ഞാൻ അതിന് റെഡി ആണോ, എനിക്കത് പറ്റുമോ, ഞാനതിന് ഓക്കെ ആണോ എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റണം. അതിന് റെഡി ആകണം. പുതിയ പുതിയ ഹാബിറ്റ്സ് ലൈഫിൽ കൊണ്ടുവരാൻ, കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ ഓരോന്ന് ചെയ്യാൻ നിങ്ങൾ റെഡി ആണോ എന്ന് നിങ്ങൾ വിശ്വസിക്കാം. ആൻഡ് മൂന്നാമത്തെ കാര്യം, ഇമോഷൻസ്. എപ്പോഴും നല്ലൊരു ഇമോഷനിൽ നിങ്ങൾക്ക് നിൽക്കാൻ സാധിക്കണം. നിങ്ങളുടെ ഗോള് മറന്നു പോവാതെ. യൂഷ്വലി പറ്റുന്നത് എന്താണ്, ഒരു ഗോള് സെറ്റ് ചെയ്യും, പല പല കാര്യങ്ങളിൽ പോയി പെട്ടുപോകും. ഫ്രണ്ട്സിന്റെ അടുത്ത് പോകുന്നു, ഫാമിലിയിൽ കുറെ ഫങ്ഷൻസ് വരുന്നു, വേറെ വേറെ പല പല കാര്യങ്ങളുടെ അടുത്ത് പോകും. ഓഫ് കോഴ്സ് അതൊക്കെ നമുക്ക് വേണ്ട കാര്യങ്ങളാണ്, വേണ്ടാന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. പക്ഷെ നമുക്ക് നമ്മളെ പ്രയോറിറ്റി കൊടുക്കാൻ പറ്റണം. ഇതാണ് എന്റെ ഗോൾ, എനിക്ക് ഇതിലാണ് വർക്ക് ചെയ്യേണ്ടത്, ആ ഒരു ഇമോഷൻ നമുക്ക് അവിടെ എപ്പോഴും കൊടുക്കാൻ പറ്റണം. ആൻഡ് ഓഫ് കോഴ്സ് നാലാമത്തെ കാര്യം, എൻവയൺമെന്റ്. എന്റെ എൻവയൺമെന്റ് ശരിയല്ല ശരിയല്ല എന്ന് പറഞ്ഞ് കുറ്റം പറഞ്ഞിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? ആ ഉള്ളൊരു എൻവയൺമെന്റിൽ ഏറ്റവും ബെസ്റ്റ് ആക്കിയിട്ട് എനിക്ക് എങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റും, അതിലേക്കാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. അല്ലാതെ എൻവയൺമെന്റിനെ കുറ്റം പറഞ്ഞിരുന്നിട്ട് ഒരു കാര്യമില്ല. ആൻഡ് നാലാമതായിട്ട്, ആൻഡ് ഫൈനലി അഞ്ചാമത്തതായിട്ട്, എന്തെങ്കിലും ഒരു ചെറിയ ആക്ഷൻ നിങ്ങൾ അതിലേക്ക് എടുക്കുന്നുണ്ടോ? ഇപ്പൊ ഞാൻ ഗ്രൂപ്പിൽ പോൾ ഇട്ടപ്പോ എല്ലാവരും പറഞ്ഞു, എല്ലാവർക്കും ഒരു എന്താ പറഞ്ഞ ഓവറോൾ ഗ്രോത്ത് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞു. കരിയർ ഗ്രോത്ത് പറഞ്ഞു, പേഴ്സണൽ ഗ്രോത്ത് പറഞ്ഞു, ഓവറോൾ ഗ്രോത്ത് ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ഓവറോൾ ഗ്രോത്ത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഒരു ചെറിയ ആക്ഷനെങ്കിലും നിങ്ങൾ എടുക്കുന്നുണ്ടോ അതിലേക്ക് വേണ്ടി? ഒരു 1% അച്ചീവ്മെന്റ് ഉണ്ടായാൽ മതി ഡെയിലി. ഒരുപാടൊന്നും വേണ്ട. ഒരു 1% ഞാൻ ഗ്രോ ചെയ്യുന്നുണ്ടോ, ഒരു 1% ആക്ഷൻ ഞാൻ എടുക്കുന്നുണ്ടോ എന്നാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോവാം. ഇതാണ് ഈ 5 കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറഞ്ഞ ആ ഒരു സീക്രറ്റ്സ്, സക്സസിന്റെ സീക്രറ്റ്സ്. ഈ 5 കാര്യങ്ങളിലും നിങ്ങളൊന്ന് അലൈൻഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്കും പോസിബിൾ ആണ്, പെട്ടെന്ന് നിങ്ങളുടെ ഗോൾസിലേക്ക് നിങ്ങൾക്ക് റീച്ച് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ഫസ്റ്റ് വൺ എനിക്ക് പറയാനുള്ളത് മൈൻഡ് സെറ്റ് ആണ്. എപ്പോഴും നമുക്ക് ആരായിട്ടാണോ മാറേണ്ടത് ആ ആളായിട്ട് നമ്മൾ മാറുക, ആ ആളായിട്ട് നിന്ന് വർക്ക് ചെയ്യുക. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ബുക്ക് വായിക്കണം, എനിക്കൊരു ബുക്ക് ഫുള്ള് വായിച്ച് തീർക്കണം, ഇത്ര എല്ലാ പേജസും എനിക്ക് വായിച്ച് തീർക്കണം എന്ന് നിങ്ങൾ പറയുന്നതാണോ നല്ലത്, അതോ ആ ഒരു വായനക്കാരനായിട്ട് മാറണോ, നിങ്ങൾക്ക് ഒരു റീഡർ ആയിട്ട് മാറണോ? ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇവിടെ ഇരിക്കുന്ന പലർക്കും പല ഗോൾസ് ഉണ്ടാവും. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു വർക്കിന് കയറണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും, കരിയർ ബ്രേക്ക് കഴിഞ്ഞിട്ട് എന്തെങ്കിലും എനിക്കൊരു സ്റ്റഡീസ് ഒന്ന് തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും. പല പല ഗോൾസിൽ നിൽക്കുന്ന ആഗ്രഹം, അല്ലെങ്കിൽ പല പല അംബിഷൻസ് ആയിരിക്കും പലർക്കും. അപ്പൊ ഇതില് നിങ്ങൾക്ക് ആ ആളായിട്ട് മാറാൻ പറ്റിയിട്ട് നിങ്ങൾ അതിൽ നിന്ന് വർക്ക് ചെയ്യും. ഞാനൊരു ബിസിനസ് ഓൺടർപ്രിനർ ആണെന്ന് ഇന്ന് മുതലേ നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ അതിൽ വർക്ക് ചെയ്യും. അല്ലാതെ ഇപ്പൊ നിൽക്കുന്ന ഒരു ഐഡന്റിറ്റിയിൽ നിന്നുകൊണ്ട് നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ പഴയ ആൾ തന്നെയാണ്.
വിശ്വസിക്കാനേ പറ്റുന്നില്ല. ചെയ്യാൻ പറ്റുമോ? തുടങ്ങിയാൽ എന്ത് പറ്റും? നാട്ടുകാരെന്തേലും പറയും, വീട്ടുകാരെന്തേലും പറയും എന്ന് പറഞ്ഞ് നമ്മളതവിടെ സ്റ്റോപ്പ് ചെയ്യും. നിങ്ങൾ ആരായി മാറാനാണോ ആഗ്രഹിക്കുന്നത് ആ ആളായിട്ട് മാറിക്കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുക. അതിനെയാണ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് നിങ്ങൾ റീച്ച് ചെയ്യാം. ഇതിലേക്ക് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ വളരെ ഈസിയാണ് കാര്യങ്ങൾ. ഒരിക്കലും നിങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന പോലെ നിങ്ങൾ സ്റ്റക്ക് ആവില്ല. ആൻഡ് അതേപോലെ തന്നെ നിങ്ങളുടെ ബ്രെയിൻ എന്താണോ വിശ്വസിക്കുന്നത്, നിങ്ങൾ എന്താണോ ബിഹേവ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ആരായിട്ട് മാറണം എന്ന് നിങ്ങൾ എന്തായിട്ടാണോ നിങ്ങൾ പെരുമാറുന്നത്, അതാണ് നിങ്ങളുടെ ബ്രെയിൻ വിശ്വസിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അത് റിപ്പീറ്റഡ്ലി നിങ്ങൾ ആ ചിന്തകൾ കൊടുത്തോണ്ടേ ഇരിക്കുക നിങ്ങളുടെ മൈൻഡിന്. നിങ്ങൾ ആ റിപ്പീറ്റഡ്ലി നിങ്ങളൊരു പുതിയൊരാളാണ്, എനിക്ക് മാറണം, ഒരു ബിസിനസ് ഓൺടർപ്രിനർ ആണ് എന്ന് നിങ്ങൾ എപ്പോഴും നിങ്ങൾ തന്നെ ആ ഒരു ചിന്തകളും നിങ്ങളുടെ ആ ഒരു ബിഹേവിയറൊക്കെ നിങ്ങൾ കൊണ്ടുവന്നാലേ നിങ്ങളുടെ ബ്രെയിനിന് തോന്നുള്ളൂ, ആ ഇയാളൊരു സീരിയസ് ആയിട്ട് എന്തോ ഒരു കാര്യം ചെയ്യണോ, ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാന്ന് നിങ്ങളുടെ ബ്രെയിനിന് തോന്നും. അല്ലാതെ നിങ്ങൾ വിശ്വസിക്കുകയാണ് എനിക്കിതൊന്നും പറ്റൂല, ഞാനൊരു ഓർഡിനറി പേഴ്സൺ ആണ് നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ ബ്രെയിനിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം നിങ്ങളുടെ ഉള്ളിൽ പേടിയുണ്ട്. നിങ്ങൾ പേടിയാണെങ്കിൽ നിങ്ങളെ സേഫ് ആക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ബ്രെയിനിന്റെ ഡ്യൂട്ടി. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളെ വളരെ കംഫർട്ട് ആക്കി നിങ്ങളെ വളരെ സേഫ് ആക്കി വെക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ബ്രെയിനിന്റെ ഡ്യൂട്ടി. ഒരിക്കലും നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ അച്ചീവ്മെന്റ് അല്ല ബ്രെയിൻ ആഗ്രഹിക്കുന്നത്. നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ബ്രെയിനിന്റെ ഒരു വൺ ഓഫ് ദ ഫങ്ഷൻ, മെയിൻ ഒരു ഡ്യൂട്ടി അതാണ്. അപ്പൊ നിങ്ങൾ പേടിച്ചുകൊണ്ട് ഞാനൊരു ഓർഡിനറി പേഴ്സൺ ആണ്, എനിക്കിതൊക്കെ പറ്റുമോ എന്ന് നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് അതിലേക്ക് എത്താൻ പറ്റില്ല. ഇതാണ് മൈൻഡ് സെറ്റിൽ നിങ്ങൾ വർക്ക് ചെയ്യാൻ പറയുന്നത്. പേടിച്ചിരിക്കുന്ന ആളെ ബ്രെയിൻ എപ്പോഴും സേഫ് ആക്കാനേ നോക്കുള്ളൂ, സപ്പോർട്ട് ചെയ്യാനേ നോക്കുള്ളൂ. ഇവിടുത്തെ ഏറ്റവും വലിയൊരു സീക്രട്ട് ഞാൻ പറയാണ്, ബ്രെയിൻ വിൽ വർക്ക് ഓൺ വാട്ട് യു ബിലീവ്, നോട്ട് വാട്ട് യു ഡ്രീം. നിങ്ങൾ ഡ്രീം ചെയ്യുന്ന കാര്യങ്ങളിലല്ല നിങ്ങളുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത്, നിങ്ങളുടെ സ്വപ്നങ്ങളിലും ആഗ്രഹങ്ങളിലും അല്ല ബ്രെയിൻ വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ എന്താണെന്ന് വിശ്വസിക്കുന്നോ ആ വിശ്വാസത്തിലാണ് ബ്രെയിൻ വർക്ക് ചെയ്യുന്നത്. എത്ര പേർക്ക് മനസ്സിലായി ഒരു പോയിന്റ്? ഒരിക്കലും നിങ്ങളുടെ സ്വപ്നത്തിലോ നിങ്ങളുടെ ആഗ്രഹങ്ങളിലോ അല്ല ബ്രെയിൻ വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് ആരായി മാറണം, നിങ്ങൾ എന്താണോ നിങ്ങളെക്കുറിച്ച് വിശ്വസിക്കുന്നത്, നിങ്ങൾക്ക് ഉറപ്പായിട്ടും സക്സസ് ആകാൻ പറ്റുമെന്ന് നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. ഇതൊരു സീക്രട്ട് ആണ് കേട്ടോ. അപ്പൊ എപ്പോഴും നിങ്ങൾ ആ ഒരു വിശ്വാസം കൊണ്ടുവരാൻ നോക്കുക. നിങ്ങൾ ആ തരത്തിലുള്ള ചിന്തകളിലേക്ക് നിങ്ങൾ വരാൻ ശ്രമിക്കുക. ഇനി നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വരുന്ന വർക്ക്ഷോപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. എങ്ങനെ ആ ഒരു റിപ്പീറ്റഡ് ചിന്തകൾ കൊടുക്കാം, എങ്ങനെ അതിലേക്ക് എത്താം, ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടോ, ഒരു കൺസിസ്റ്റൻസി ഇല്ലാതെ നിൽക്കുന്നവരാണോ, ഒരു ആക്ഷൻ എടുക്കാൻ പറ്റാതെ നിൽക്കുന്നവരാണെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ജോയിൻ അവർ അപ്കമിങ് വർക്ക്ഷോപ്പ്. ഓക്കെ, റിപ്പീറ്റഡ്ലി നിങ്ങൾ ഈ ചിന്തകൾ കൊടുത്തുകൊണ്ടേയിരിക്കുക. ആൻഡ് രണ്ടാമതായിട്ടുള്ള കാര്യമാണ് നമ്മുടെ ഹാബിറ്റ്സ്. ഞാൻ പറഞ്ഞു, നമ്മുടെ ശീലങ്ങൾ, ഹാബിറ്റ്സ്. നമ്മുടെ ഒരു 50 to 60% നമ്മുടെ ലൈഫിനെ ഓട്ടോമേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഹാബിറ്റ്സ് ആണ്. എപ്പോഴും സക്സസ് ആകാനുള്ള ഹാബിറ്റ്സ് ലൈഫിലേക്ക് കൊണ്ടുവരാം, സക്സസ് ആവാൻ പറ്റുന്ന ഹാബിറ്റ്സുകൾ കൊണ്ടുവരാം. അനാവശ്യമായിട്ട് നമുക്ക് വേണ്ടാത്ത, നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഹാബിറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് വിട്ട് കളയാം. നിങ്ങൾക്ക് ഗ്രോ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് ചാറ്റ് ബോക്സിൽ ഇട്ടേ എന്താണ് നിങ്ങൾക്കൊരു മീൻസ് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത, നിങ്ങളുടെ സക്സസിനെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള ഹാബിറ്റ്സ് എന്തൊക്കെ ഉണ്ടെന്നുള്ളത് നിങ്ങളൊന്ന് ചാറ്റ് ബോക്സിൽ ഇട്ടേ. നിങ്ങളൊരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങളെ സ്റ്റക്കാക്കി കളയുന്ന ഹാബിറ്റ്സ്, ഇതെനിക്ക് വേണ്ട, എന്റെ സമയം വേസ്റ്റിംഗ് ആണ്, അങ്ങനെയുള്ളത് പോസ്റ്റ്പോൺ ചെയ്യുക, അതൊരു ഹാബിറ്റ് ആണ്. സോഷ്യൽ മീഡിയ അതൊരു ഹാബിറ്റ് ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, മടി മടി എപ്പോഴും മടി, ഓഫ് കോഴ്സ് അതൊരു നിങ്ങളുടെ ഒരു ഹാബിറ്റായി മാറിയിരിക്കുകയാണ് മടി. എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്യും, ചാറ്റ് ബോക്സിലിടും, കുറെ കമന്റ്സ് വരുന്നുണ്ട്. പ്രൊക്രാസ്റ്റിനേഷൻ, പിന്നെ ചെയ്യാം എന്ന് പറയുന്നതൊക്കെ ഒരു ഹാബിറ്റാണ്. പതിയെ പതിയെ ഇതൊരു ഹാബിറ്റായി മാറും. റീൽസ് കണ്ട് സമയം പോകുന്നു, ഓക്കെ, അതൊക്കെ നിങ്ങള് കളയാ. നിങ്ങൾക്ക് വേണ്ട, എന്റെ സമയം വേസ്റ്റ് ആക്കുന്ന തരത്തിലുള്ള ഹാബിറ്റ്സ്, നെഗറ്റീവ് തോട്ട്സ്, അതൊരു ഹാബിറ്റായി മാറും. ചിന്തിച്ച് അതൊരു ഇതായി മാറും പലപ്പോഴും. അപ്പൊ ഇത്തരത്തിൽ നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടുപിടിക്കുക, ഇതൊക്കെ എന്റെ ലൈഫിനെ ബുദ്ധിമുട്ടിക്കുന്ന ഹാബിറ്റ്സ് ആണ്, എനിക്ക് ഇതിന്ന് പുറത്തേക്ക് വന്നേ പറ്റൂ, നാളെ ചെയ്യാമെന്ന് ഓർക്കുന്നത്, മൈൻഡിൽ ബ്ലോക്ക് വരുന്നത്. അപ്പൊ ഇതെല്ലാം മാറ്റുക, സക്സസ് ആകാൻ പറ്റുന്ന ഹാബിറ്റ്സ് ലൈഫിലേക്ക് കൊണ്ടുവരാം.
പലരും പോൾ ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്കൊരു പേഴ്സണൽ ഗ്രോത്ത് വേണം അല്ലെങ്കിൽ ഒരു ഓവറോൾ ഗ്രോത്ത് വേണം എന്നുള്ളത്. ഈ ഗ്രോത്തിലേക്ക് എങ്ങനെയാണ് എത്താൻ പറ്റുന്നത്? ഡെയിലി നമ്മളൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക, നമ്മളെ തന്നെ ഒന്ന് ചേഞ്ച് ചെയ്താലേ നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പഴയതുപോലെ എവിടെയാണോ ഇരുന്നത് അതേപോലെ തന്നെ ഇരിക്കേണ്ടി വരും. ഡെയിലി റുട്ടീനിൽ മാറ്റങ്ങൾ കൊണ്ടുവരാം. ഇതൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഹാബിറ്റ് എന്ന് പറയുന്നത്. ക്രിയേറ്റ് ഗുഡ് ഹാബിറ്റ്സ്, പുതിയ പുതിയ ഹാബിറ്റ്സ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ബേസ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നല്ലോ. ഞാൻ നേരത്തെ മൈൻഡ് സെറ്റിൽ ഞാനൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് പറഞ്ഞു. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതല്ല നിങ്ങളുടെ ബ്രെയിൻ സപ്പോർട്ട് ചെയ്യുന്നത്. നിങ്ങൾ എന്താണോ വിശ്വസിക്കുന്നത് അതിനെയായിരിക്കും നിങ്ങളുടെ ബ്രെയിൻ സപ്പോർട്ട് ചെയ്യുന്നത്. അതേപോലെ ഇവിടെ ഹാബിറ്റിന്റെ കാര്യം വരുമ്പോൾ ഏറ്റവും നല്ല ഹാബിറ്റ്സ് നിങ്ങൾക്ക് ലൈഫിൽ ഉണ്ടാക്കിയെടുക്കുക, സക്സസ് ആകാൻ പറ്റുന്ന ഹാബിറ്റ്സ് ലൈഫിൽ ഉണ്ടാക്കിയെടുക്കുക. അതാണ് അതിന്റെ ഏറ്റവും വലിയ ബേസ് എന്ന് പറയുന്നത്. കുറെ മോട്ടിവേഷൻ ക്ലാസ്സസ് കേൾക്കുന്നുണ്ട്, കുറെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, ലൈഫിൽ ഇതൊന്നും ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ല. എഗെയിൻ പോയി റീൽസ് കാണുന്നു, അത് നോക്കുന്നു, എഗെയിൻ സ്റ്റക്ക് ആവുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ എവിടെ എത്താൻ പറ്റില്ല നമുക്ക്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്റ്റക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കണക്ട് ചെയ്തോളൂ കേട്ടോ, നോ പ്രോബ്ലം. പേഴ്സണലി എന്നെ കണക്ട് ചെയ്യാം. ഇത് ഈ ഹാബിറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹാബിറ്റ്സിൽ വർക്ക് ചെയ്യാം. പുതിയതായിട്ട് നമുക്ക് ലൈഫിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഒരുപാട് ഹാബിറ്റ്സ് ഉണ്ട്. ഒന്ന്, രാവിലെ എഴുന്നേക്കുന്ന ഒരു നല്ലൊരു ഹാബിറ്റ് ആണ്. അപ്പൊ ഒരു 5 മണിക്ക് എഴുന്നേക്കാൻ പറ്റാത്തവര് ഒരു 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 10 മിനിറ്റ് നേരത്തെ എഴുന്നേറ്റ് ശീലിക്കുക. പതിയെ പതിയെ അതൊരു 20 മിനിറ്റ് മുൻപ് കൊണ്ടുവരാം. എപ്പോഴും ഓൾ ഓഫ് എ സഡൻ നിങ്ങൾ ഒരു 5 മണിക്ക് എഴുന്നേൽക്കണം, 4 മണിക്ക് എഴുന്നേൽക്കണം, അങ്ങനത്തെ ഒരു ചിന്ത വിടുക. നിങ്ങൾ സ്റ്റാർട്ട് സ്മോൾ, ചെറുതായിട്ട് നിങ്ങൾ തുടങ്ങുക. ചെറുതായി തുടങ്ങി തുടങ്ങിയാണ് വലിയ വലിയ കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുന്നത്. സ്റ്റാർട്ട് സ്മോൾ. ഇന്നൊരു 10 മിനിറ്റ് നേരത്തെ എഴുന്നേൽക്കുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ എന്റെ ലൈഫിൽ വരുന്നു, ആ ഒരു 10 മിനിറ്റ് എനിക്ക് എന്ത് എന്ത് ചേഞ്ച് എന്റെ ലൈഫിൽ കൊണ്ടുവരാൻ പറ്റി, അത് നിങ്ങളൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യാം. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ പ്രോസസ്സ് നിങ്ങൾ എൻജോയ് ചെയ്ത് കൊണ്ടുപോകണം. നിങ്ങൾ അത് ഇഷ്ടപ്പെട്ട് ചെയ്യണം. ഇഷ്ടപ്പെട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ രാവിലെ ഞാൻ എഴുന്നേക്കുന്നു, 5 മണിക്ക് ഞാൻ എഴുന്നേക്കും, 1 മണിക്കൂർ ഞാൻ ഓടും, ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും, അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര ഹെക്ടിക് ആയിട്ട് ഫീൽ ചെയ്യും. നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് അതൊരു കൺസിസ്റ്റന്റ് ആയിട്ട് മുമ്പോട്ട് പോകാൻ പറ്റില്ല. നമുക്ക് എപ്പോഴും നമ്മൾ ചെയ്യുന്ന ഹാബിറ്റ്സ്, നമുക്ക് എപ്പോഴും ചെയ്യുന്ന കാര്യങ്ങൾ, ആ പ്രോസസ്സ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ വളരെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രോത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. നിങ്ങൾ പോലും അറിയുന്നുണ്ടാവില്ല, നിങ്ങൾ ഓരോ ദിവസം ഗ്രോ ചെയ്യുന്നുണ്ടാവും. രാവിലെ എഴുന്നേക്കുന്നത് ഒരു പുതിയ ഹാബിറ്റാണ്. കുറച്ചു നേരം ഒന്ന് സൈലൻസിൽ ഇരിക്കാൻ പറ്റുന്നത് നല്ലൊരു ഹാബിറ്റാണ്. നിങ്ങൾക്ക് നിങ്ങളുമായിട്ടൊന്ന് കണക്റ്റഡ് ആവാൻ പറ്റും. ഞാൻ ജസ്റ്റ് കുറച്ച് ഹാബിറ്റ്സ് പറഞ്ഞു എന്നുള്ളൂ. മെഡിറ്റേഷൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാം. കുറച്ചു നേരം, ഒരു മണിക്കൂർ, അരമണിക്കൂർ ഒന്നും ചെയ്യേണ്ട. 5 മിനിറ്റ് മെഡിറ്റേറ്റ് ചെയ്ത് പതിയെ 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 തുടങ്ങും. അതൊരു ഹാബിറ്റാണ്. പ്ലാനിങ്, എങ്ങനെ എന്റെ ലൈഫ് മുൻപോട്ട് പോകണം, ഇന്നത്തെ ഒരു ദിവസം എങ്ങനെ കൊണ്ടുപോകണം, അത് നിങ്ങൾക്കൊന്ന് പ്ലാൻ ചെയ്തിടാം. അതൊരു ഹാബിറ്റാണ്. ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഒരു ഹാബിറ്റാണ്. അതൊക്കെ നല്ല എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റണം. ഒരുപാട് ഹാബിറ്റ്സ് ഉണ്ട് ലൈഫ് ബെറ്റർ ആക്കാൻ വേണ്ടി. അതിൽ ചെറിയ കുറച്ച് ഹാബിറ്റ്സ് ഞാനിവിടെ പറഞ്ഞു എന്നുള്ളൂ. നമ്മുടെ വരുന്ന വർക്ക്ഷോപ്പിൽ ഒരുപാട് നല്ല ഹാബിറ്റ്സ് എങ്ങനെ കൊണ്ടുവരാം, എങ്ങനെ അത് ഫോം ചെയ്യാം, എങ്ങനെയാണ് അത് കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ. ഈ ഹാബിറ്റ്സിൽ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യാം. ആൻഡ് അതേപോലെ തന്നെ ചെറുതായിട്ട് തുടങ്ങുക. ഒരുപാട് വലിയ കാര്യങ്ങൾ ഇന്ന് നാളെ തന്നെ എനിക്കൊരു സൂപ്പർ സ്റ്റാർ ആകണം എന്നുള്ള ലെവലിൽ ചിന്തിക്കാതെ സ്റ്റാർട്ട് സ്മോൾ, ചെറുതായിട്ട് നിങ്ങൾ കൊണ്ടുവരാം. അതേപോലെ റിപ്പീറ്റഡ്ലി ചെയ്യുക. ഹാബിറ്റ് എന്ന് പറയുന്ന കാര്യം റിപ്പീറ്റഡ്ലി നമ്മൾ ചെയ്താൽ അതൊരു ഹാബിറ്റ് ആയിട്ട് മാറുള്ളൂ. അല്ലെങ്കിൽ അതൊരു ജസ്റ്റ് ഒരു ആക്ഷൻ ആയിട്ട് നിൽക്കും. അവിടെ നിങ്ങൾ ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് റിപ്പീറ്റഡ്ലി ചെയ്യാൻ സാധിക്കണം. അവിടെയാണ് നിങ്ങൾക്ക് സക്സസ് ആവാൻ പറ്റുന്നത്. ഓക്കെ. അതേപോലെ തന്നെ ഗുഡ് ഹാബിറ്റ്സ്, നല്ല ഹാബിറ്റ്സ് ലൈഫിൽ കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാനൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല. ഡിസിഷൻ ഫെറ്റിക് എന്ന് പറയും, അതൊന്നും ഉണ്ടാവില്ല ലൈഫിൽ. നല്ല രീതിയിൽ നിങ്ങൾക്ക് നല്ല ഡിസിഷൻസ് എടുക്കാം. നിങ്ങൾക്കൊരു മെന്റൽ ക്ലാരിറ്റി വരും, നല്ല ഹാബിറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ കേട്ടോ. പിന്നെ ഒരുപാട് നേരം റീൽസും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഒരു ടൈം നിങ്ങൾക്ക് കുറക്കാം. ഉടനെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 2-3 മണിക്കൂർ സോഷ്യൽ മീഡിയയിൽ സ്പെൻഡ് ചെയ്യുന്ന ആളുകൾക്ക് ഓൾ ഓഫ് എ സഡൻ അത് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവിടെ നമുക്കൊരു ഹാബിറ്റ് കൊണ്ടുവരാം. ഞാൻ പറഞ്ഞു, ഞാൻ നേരത്തെ ചോദിച്ചു എന്തൊക്കെ ഹാബിറ്റ്സ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കട്ട് ചെയ്യാം എന്നുള്ളത്. അപ്പൊ ഇന്ന് തന്നെ പോയിട്ട് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. കാരണം കുറെ നാളുകളായിട്ട് നിങ്ങൾ അതിന്റെ പുറകെ ഇരിക്കുന്ന ആളുകളായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഒരു ടൈം നിങ്ങൾക്കൊന്ന് കുറയ്ക്കാം. ആ സമയം ഒന്ന് സ്ക്രീൻ ടൈം നിങ്ങൾക്ക് ഇടാം. എത്ര നിങ്ങൾ ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്നുണ്ട്, എത്ര നേരം നിങ്ങൾ വാട്സാപ്പിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, എത്ര നേരം നിങ്ങൾ യൂട്യൂബിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഒന്ന് ട്രാക്ക് ചെയ്യാം. സമയം ഒന്ന് കുറച്ചാൽ മതി.
1 മണിക്കൂർ യൂസ് ചെയ്യുന്ന ആളുകൾ അതൊരു 10 മിനിറ്റിലേക്ക് കൊണ്ടുവരാം. 2 മണിക്കൂർ യൂസ് ചെയ്യുന്ന ആളുകൾ ഒരു 20 മിനിറ്റിലേക്ക് കൊണ്ടുവരാം. വേണ്ട കാര്യങ്ങൾ മാത്രം കാണും. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുപാട് സമയവും കിട്ടും. വാട്ട് ഈസ് നെക്സ്റ്റ്, എന്താണ് എനിക്ക് അടുത്തത് ചെയ്യേണ്ടത്, എന്ത് ചെയ്താൽ എനിക്ക് സക്സസ് ആകാൻ പറ്റും, എന്റെ ഗോളിലേക്ക് വേണ്ടി ഞാൻ എന്ത് ആക്ഷൻ എനിക്കിന്ന് എടുക്കാൻ പറ്റും, എന്റെ ബിസിനസ് ഒന്ന് ഡെവലപ്പ് ചെയ്യണം, അതിനുവേണ്ടി ഞാൻ ആരെയൊക്കെ എനിക്കൊന്ന് മീറ്റ് ചെയ്യാൻ പറ്റും, എത്ര കോൾസ് എനിക്കിന്ന് അതിനുവേണ്ടി ചെയ്യാൻ പറ്റും. അപ്പൊ അതിനൊക്കെയുള്ള ഒരു മെന്റൽ ക്ലാരിറ്റി വന്നുകൊണ്ടിരിക്കും നിങ്ങള്. അതിന് നിങ്ങളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഹാബിറ്റ്സ്. നല്ല ഹാബിറ്റ്സ് ലൈഫിൽ ആഡ് ചെയ്യുക. അതേപോലെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന, നിങ്ങളുടെ സമയം വേസ്റ്റ് ചെയ്യുന്ന ഹാബിറ്റ്സ് ലൈഫിൽ നിന്ന് കട്ട് ചെയ്യാം. ഓക്കെ. അതേപോലെ തന്നെ ഒരു ഹാബിറ്റ് നമുക്ക് എപ്പോഴും നമുക്ക് ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങളൊരു കണ്ടിന്യൂസ് ഒരു 21 ഡേയ്സ് മിനിമം നിങ്ങൾ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് നിങ്ങളുടെ ഹാബിറ്റ് ആയിട്ട് മാറും. ഓക്കെ. ഒരുപാട് ദിവസം ഒന്നും ചെയ്യണ്ട. ഒരു 21 ദിവസം നിങ്ങളെ തന്നെ ഒന്ന് സ്വയം ഒന്ന് ചലഞ്ച് ചെയ്യും. ഞാൻ ഇനി വരുന്ന 21 ഡേയ്സ് ഞാനിത് കറക്റ്റ് ആയിട്ട് ഞാൻ ചെയ്യുമെന്ന് നിങ്ങളൊന്ന് ചലഞ്ച് ചെയ്ത് നോക്കി. 21 ഡേയ്സ് ഞാൻ എന്റെ സോഷ്യൽ മീഡിയ യൂസ് ഞാൻ കുറക്കും. അല്ലെങ്കിൽ 21 ഡേയ്സ് ഞാൻ കുറച്ച് നേരത്തെ ഒന്ന് എഴുന്നേൽക്കും. 21 ഡേയ്സ് ഞാനൊന്ന് ഒരു 10 മിനിറ്റ്സ് ഞാൻ നടക്കും. മനസ്സിലാവുന്നുള്ളൂ. ഒരുപാട് ഒരുപാട് വലിയ വലിയ ടാർഗറ്റ്സ് വെക്കേണ്ട, ചെറിയ ചെറിയ കാര്യങ്ങൾ. 21 ഡേയ്സ് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ അതൊരു ഹാബിറ്റ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. ഒരു മിനിമം പീരീഡ് എന്ന് പറയുന്നത് 21 ഡേയ്സ് ആണ്. മാക്സിമം എന്ന് പറയുന്നത് ഒരു 90 ഡേയ്സ് വരെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിന്റെ ഭാഗമായി മാറി. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എത്ര പേര് നിങ്ങൾ ഇന്ന് രാവിലെ ബ്രഷ് ചെയ്ത്, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ബ്രഷ് ചെയ്തവരാണ്. നമ്മൾ അതുപോലെ നമുക്കത് ആലോചിക്കേണ്ടി വരും. ബിക്കോസ് അത് നമ്മുടെ ലൈഫിന്റെ ഒരു ഹാബിറ്റായി മാറി, അല്ലേ? നമ്മൾ പോലും അറിയുന്നില്ല. രാവിലെ എഴുന്നേൽക്കുന്നു, ഉറങ്ങി എഴുന്നേൽക്കുന്നു, നമ്മൾ ആദ്യം പോയി ചെയ്യുന്നത് ബാത്റൂമിൽ പോകുന്നു, ബ്രഷ് ചെയ്യുന്നു. അതാരെങ്കിലും നമുക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ? ഇത് ഹാബിറ്റ് ആണ് നമ്മുടെ. അതേപോലെ ആവണം ഗ്രോത്തിലേക്കുള്ള ഹാബിറ്റ്സ്. ഒരു ദിവസം എനിക്ക് എന്റെ ഗ്രോത്തിലേക്ക് വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ അന്ന് നമുക്കൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യണം. അയ്യോ, ഞാൻ ഇന്നത് ചെയ്തില്ലല്ലോ, എനിക്ക് വേണ്ടി ഞാനിത് ചെയ്തില്ലല്ലോ, എന്റെ ബിസിനസ്സിന് വേണ്ടി ഞാനിത് ചെയ്തില്ലല്ലോ, ഞാൻ കുറെ സമയം വേസ്റ്റ് ആക്കിയല്ലോ. അങ്ങനെ നമുക്കൊരു ഫീൽ വരണം നമുക്ക്. എന്നാൽ മാത്രമേ സക്സസ് ആവാൻ പറ്റുള്ളൂ. സക്സസ് എന്ന് പറയുന്നത് പെട്ടെന്ന് നമ്മുടെ ലൈഫിലേക്ക് വരുന്ന ഒരു കാര്യമല്ല. ആരെങ്കിലും ഉണ്ടോ കഷ്ടപ്പെടാതെ സക്സസ് ആയിട്ടുള്ള ആളുകളുണ്ടോ? നമുക്ക് ചുറ്റും നമ്മൾ കാണുന്ന ആരാണെങ്കിലും നമുക്കിപ്പോ ഏറ്റവും ഉദാഹരണമായിട്ട് പറയാൻ പറ്റുന്നത് ഒരുപാട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെ നമുക്ക് പറയാം. കാരണം എല്ലാവരും സോഷ്യൽ മീഡിയയിൽ കൂടുതൽ നേരം സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ടാണ് പറയുന്നത്. അവർ ഡെയിലി വീഡിയോസ് ഇടുന്നുണ്ട്, അവർ ഡെയിലി ആക്ഷൻസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുറെയൊക്കെ അവരുടെ ഹാബിറ്റായി മാറി. മറ്റുള്ളവർ എന്ത് പറയുന്നു എന്ന് അവർ നോക്കുന്നേ ഇല്ല. നമ്മൾ സ്റ്റിൽ ഇപ്പോഴും മറ്റുള്ളവർ എന്ത് പറയുന്നു, അവരോട് എന്ത് പറയണം, അല്ലെ അവരെ ബോധിപ്പിക്കണം, മറ്റുള്ളവർക്ക് വേണ്ടി പ്രയോറിറ്റി കൊടുത്തിരിക്കുന്നു. ഇതൊക്കെയല്ലേ നമ്മുടെ ഇവിടെ നടക്കുന്നത്. അപ്പൊ ഹാബിറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പുതിയ പുതിയ ഹാബിറ്റ്സ് ലൈഫിൽ കൊണ്ടുവരാം. അത് നിങ്ങളുടെ ലൈഫിനെ തന്നെ അടുത്ത ലെവലിലേക്ക് ഡിസൈൻ ചെയ്യുന്ന, അടുത്ത ലെവലിലേക്ക് നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് സ്റ്റാർട്ട് ന്യൂ ഹാബിറ്റ്സ്. അത് സ്റ്റാർട്ട് സ്മോൾ, വളരെ ചെറിയ രീതിയിൽ കൊണ്ടുവരാം. നാളെ തന്നെ എനിക്കൊരു വലിയൊരാളാകണം, നാളെ തന്നെ സൂപ്പർ സ്റ്റാർ ആകണം, ഞാനിപ്പോ തന്നെ ഒരു മാസ്റ്റർ ആകണം എന്നൊന്നും വിചാരിക്കേണ്ട. അതേപോലെ തന്നെ ഡോണ്ട് വെയിറ്റ് ഫോർ എ പെർഫെക്റ്റ് മൊമെന്റ്. ഒരു പെർഫെക്റ്റ് മൊമെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട. കുറെ പേരുണ്ടാവും പതിയെ തുടങ്ങാം, നാളെ തുടങ്ങാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ. പെർഫെക്റ്റ് മൊമെന്റ് എവിടെയില്ല. ഇപ്പൊ ഉള്ള മൊമെന്റ് ആണ് ഏറ്റവും പെർഫെക്റ്റ് മൊമെന്റ്. ഈ ഒരു മൊമെന്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് നിങ്ങൾ ചെയ്യാന്നുള്ളതാണ്. അത് നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഓരോ മൊമെന്റും നിങ്ങൾ പെർഫെക്റ്റ് മൊമെന്റ് ആക്കി മാറ്റുക. ഇന്ന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ ഇതിന്ന് ചെയ്തിരിക്കും എന്നൊരു ആറ്റിറ്റ്യൂഡിൽ നിങ്ങൾ വരികയാണെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് പെട്ടെന്ന് ഗ്രോ ചെയ്യാൻ പറ്റും. അതിനേക്കാൾ ഉപരി ഹാബിറ്റ്സ് ലൈഫിന്റെ ഒരു ഭാഗമാക്കി മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ, നല്ല ഹാബിറ്റ്സ്, സക്സസിലേക്കുള്ള ഹാബിറ്റ്സ് ലൈഫിന്റെ ഭാഗമാക്കി മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എൻജോയ് ചെയ്ത് പോകാൻ പറ്റും. ഒരാളും നിങ്ങളെ ഫോഴ്സ്ഫുള്ളി ചെയ്യിക്കേണ്ട ആവശ്യം വരുന്നില്ല. അവിടെ നിങ്ങൾക്ക് പ്രൊക്രാസ്റ്റിനേഷൻ വരില്ല. ബിക്കോസ് ഇത് നിങ്ങളുടെ ഒരു ഹാബിറ്റായി മാറി. ഇതെനിക്ക് ചെയ്തേ പറ്റൂ, എന്റെ ഗ്രോത്തിന് വേണ്ടി എനിക്കിത് ചെയ്തേ പറ്റൂ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് നിങ്ങളിലേക്ക് വരും. അപ്പൊ ഇതാണ് ഹാബിറ്റ്സ്. ആദ്യം ഞാൻ പറഞ്ഞ പോയിന്റ് മൈൻഡ് സെറ്റ്, സെക്കൻഡ് വൺ ഹാബിറ്റ്സ്, ആൻഡ് മൂന്നാമതായിട്ട് ഇമോഷൻസ്. ഒരു ഇമോഷണൽ അലൈൻമെന്റിൽ നമ്മൾ വർക്ക് ചെയ്യണം. മൂന്നാമത്തെ കാര്യമാണ് ഇമോഷൻസ്. നമുക്ക് ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളല്ല നമുക്ക് കിട്ടുന്നത്. യു ഡോണ്ട് മാനിഫെസ്റ്റ് വാട്ട് യു വാണ്ട്. അതായത് നമുക്ക് എന്താണോ വേണ്ടത് അതല്ല നമ്മൾ ആഗ്രഹിക്കേണ്ടത്. ആക്ച്വലി നമുക്ക് ഫീൽ ചെയ്യാണ് നമ്മൾ വേണ്ടത്.
എന്താണോ എനിക്ക് വേണ്ടത് അത് ഫീൽ ചെയ്യണം നമ്മൾ വേണ്ടത്. അതിനെയാണ് ഇമോഷൻസ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് എപ്പോഴും ഒരുപാട് ഇമോഷൻസ് ഉണ്ട്. പോസിറ്റീവ് ഇമോഷൻസ് ഉണ്ട് ആൻഡ് നെഗറ്റീവ് ഇമോഷൻസ് ഉണ്ട്. എപ്പോഴും നമുക്ക് പോസിറ്റീവ് ഇമോഷനിൽ നിൽക്കുക എന്ന് പറയുന്നത് ഒരു ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഈ നെഗറ്റീവ് ഇമോഷൻസിൽ നിന്നുകൊണ്ട് നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സക്സസ് ആവാൻ പറ്റില്ല. 2 ദിവസം നമ്മൾ നല്ല എനർജിയിൽ അടിപൊളിയായിട്ട് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ മൂന്നിന്റെ അന്ന് നെഗറ്റീവായിട്ട് ഒരു ചിന്ത വന്നാൽ മതി, നമ്മൾ അതവിടെ സ്റ്റോപ്പ് ചെയ്യും. നമ്മൾ മുൻപോട്ട് നയിക്കുന്ന ഒരു വലിയൊരു ഫാക്ടറാണ് നമ്മുടെ ഇമോഷൻ എന്ന് പറയുന്നത്. അല്ലേ? എത്ര പേര് ഇത് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്? ആണോ? ഇമോഷൻസ് എന്ന് പറയുന്നത് നമ്മൾ എന്താണോ ഫീൽ ചെയ്യുന്നത് അതിനെയാണ് ഇമോഷൻസ് എന്ന് പറയുന്നത്. അത് വലിയൊരു കാര്യമാണ്. ലൈഫിൽ ഒരു വലിയൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളെ ഡ്രൈവ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇമോഷൻസ്. അപ്പൊ എപ്പോഴും നമ്മളൊരു നല്ലൊരു പോസിറ്റീവ് ഇമോഷൻസിൽ നമുക്ക് മുൻപോട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന എന്താണോ ആ ഒരു ഇത് പിടിച്ച് നമ്മൾ മുൻപോട്ട് പോവാം. ഇമോഷൻസിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് ലൈഫിൽ. അപ്പൊ നമ്മുടെ കമ്മിങ് വർക്ക്ഷോപ്പിൽ ഏതൊക്കെ തരം ഇമോഷൻസ് ഉണ്ട്, എങ്ങനെയാണ് ഇമോഷൻസിൽ വർക്ക് ചെയ്യുന്നത്, എങ്ങനെ റൈറ്റ് ഇമോഷനിൽ നിൽക്കാം എന്നുള്ളത് ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇമോഷൻ എത്രത്തോളം പ്രാധാന്യമുണ്ട്. ആൻഡ് അതേപോലെ തന്നെ ഒരു അടുത്തൊരു ഇമ്പോർട്ടന്റ് ഏരിയ ആണ് എൻവയൺമെന്റ് എന്നുള്ളത്. എൻവയൺമെന്റ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? എൻവയൺമെന്റ് എന്ന് പറയുന്നത് ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസർ ആണ്. നമ്മൾ പോലും അറിയാതെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ് എൻവയൺമെന്റ്. എത്ര പേർക്ക് ഇവിടെ തോന്നിയിട്ടുണ്ട് നല്ല മൂഡിൽ നിങ്ങൾ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് നിങ്ങൾ എല്ലാ കാര്യങ്ങളും തുടങ്ങും, പക്ഷേ നിങ്ങളുടെ എൻവയൺമെന്റ് ശരിയല്ല എന്നും പറഞ്ഞിട്ട് നിങ്ങൾ എത്ര പേര് അത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്? മോസ്റ്റ് ഓഫ് ദ ആളുകളും അത് തന്നെയാണ് പറയുന്നത്. എൻവയൺമെന്റ് ശരിയല്ല എന്ന് പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യും. എൻവയൺമെന്റ് നമ്മളുടെ ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസറാണ്. നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷെ നമ്മളത് ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കും എൻവയൺമെന്റ്. അല്ലെ? എപ്പോഴും നമുക്ക് നല്ല എൻവയൺമെന്റ് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ്. അതായത് എൻവയൺമെന്റ് നമ്മുടെ എഗെയിൻസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന രീതിയിലല്ല നമ്മുടെ എൻവയൺമെന്റ് എങ്കിൽ നമ്മുടെ വിൽ പവർ പോകും. അല്ലെ? നമ്മുടെ സറൗണ്ടിങ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല നമ്മുടെ ചുറ്റുപാടെങ്കിൽ അത് നമ്മളെ ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് അത് ചെയ്യാനുള്ള ഒരു മൂഡ് പോയി പോകും. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം വർക്ക്ഔട്ട് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പോ രാവിലത്തെ ടൈം ഓഫ് കോഴ്സ് പറ്റില്ല, കുട്ടികളെ സ്കൂളിൽ വിടേണ്ട കാര്യങ്ങളുണ്ടാവും, കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ ചെയ്യുന്ന ടൈം ആയിരിക്കും. അപ്പൊ രാവിലെ 1-2 ദിവസം ആ സമയത്ത് കഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലും വർക്ക്ഔട്ട് ചെയ്യാൻ ശ്രമിക്കും. ചിലപ്പോൾ വീട്ടിലുള്ളവർ എന്തെങ്കിലും പറയും, ഈ നേരത്താണോ ചെയ്യുന്നത്? അപ്പൊ തന്നെ നമ്മുടെ ഒരു എനർജി പോകും. നമ്മൾ പറയുന്ന ഡയലോഗ് എന്താണ്? എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല, എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല, നമ്മളതായിരിക്കും പറയുന്നത്. അത്തരത്തിലുള്ള ചിന്തകൾ മാറ്റിയിട്ട് പതിയെ അത് നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു ടൈമിൽ വെക്കാൻ നോക്കുക. കുട്ടികൾ പോയിട്ടുള്ള ടൈം അല്ല ഒരു ഈവനിങ് ടൈമിലേക്ക് നിങ്ങൾ മാറ്റുക. എൻവയൺമെന്റിനെ നമുക്ക് മാറ്റാൻ പറ്റില്ല, നമുക്ക് മാറാന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ? അതേപോലെ ഡയറ്റ് ചെയ്യുന്ന ആളുകൾ എപ്പോഴും ജങ്ക് ഫുഡ്സ് ഒക്കെ കാണുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോസിൽ ഒരുപാട് വീഡിയോസ് വരില്ലേ? എന്താണ് ഫുഡ് ബ്ലോഗേഴ്സിന്റെ വീഡിയോസ് ഒക്കെ വരുമ്പോൾ നിങ്ങളൊരു ഡയറ്റിലാണെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾ അതിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ്. അതൊക്കെ നിങ്ങളുടെ എൻവയൺമെന്റ് ആണ്. നിങ്ങളുടെ ഫോണിൽ അത്തരത്തിലുള്ള നിങ്ങളുടെ ഫീഡ്സിൽ അതാണ് വരുന്നതെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾ അതിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ്. ഇങ്ങനെയാണ് എൻവയൺമെന്റ് നമ്മൾ കറക്റ്റ് ചെയ്ത് പോകുന്നത്. നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടത് നിങ്ങൾ ആരായി മാറാനാണോ ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ള ആളുകളുമായിട്ടാണ് നിങ്ങൾ കണക്ട് ആവേണ്ടത്. അല്ലാതെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന, നിങ്ങളെപ്പോഴും പ്രശ്നത്തിലേക്ക് കൊണ്ടിടുന്ന, നിങ്ങൾ ഒരു രീതിയിലും എന്താ പറയണ, നിങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന അത്തരത്തിലുള്ള ഒരു എൻവയൺമെന്റ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾ പതിയെ പതിയെ നിങ്ങൾക്ക് ആരായിട്ടാണോ മാറേണ്ടത് അതുപോലുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെ കണ്ടുപിടിക്കുക. അങ്ങനെയുള്ള ആളുകളുമായിട്ട് കണക്റ്റഡ് ആയി നിൽക്കുക. ഇതുപോലുള്ള കമ്മ്യൂണിറ്റീസ് നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഗ്രോത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസ്, അപ്പൊ അങ്ങനെയുള്ള അവിടെ നിന്ന് കിട്ടുന്ന സെഷൻസ്, അങ്ങനെയൊക്കെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. അതുപോലുള്ള ഫ്രണ്ട്സ്, കുറച്ച് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്ന ആളുകള്, നിങ്ങൾക്ക് എങ്ങനെ മാറണം എന്നുണ്ടെങ്കിൽ, അല്ലാതെ നിങ്ങൾ സാധാരണ ലെവലിൽ ഇരിക്കാനാണെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ക്ലാസ് പോലും നിങ്ങൾക്ക് കേൾക്കേണ്ടി വരുന്നില്ല. ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരും ലൈഫ് മാറണം, ലൈഫിൽ നല്ല ചേഞ്ചസ് കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതെനിക്കറിയാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആരായിട്ടാണോ മാറാൻ ആഗ്രഹിക്കുന്നത് അത്തരത്തിലുള്ള ആളുകളുമായിട്ട് കണക്ട് ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ എൻവയൺമെന്റ് വളരെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ആൻഡ് ഫൈനൽ വൺ, അടുത്തതിലേക്ക് പോവാണ്. അതാണ് ആക്ഷൻസ്. ഓഫ് കോഴ്സ് എല്ലാവരും പറയും ഒരു ആക്ഷൻ ടേക്കർ ആകണം, ആക്ഷൻ ടേക്കർ ആവണം.
നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവരും ആക്ഷൻ ടേക്കേഴ്സ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നിങ്ങൾ ഈ ക്ലാസ്സിൽ വന്നിരിക്കുന്നത്. അപ്പൊ ഒരു ആക്ഷൻ എടുക്കുക എന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ആക്ഷൻ എന്ന് പറഞ്ഞത് കൺസിസ്റ്റന്റ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ്. ഇന്നൊരു കാര്യം ചെയ്ത് നാളെ അത് ചെയ്യാതിരിക്കുന്നതിൽ അർത്ഥമില്ല. കൺസിസ്റ്റന്റ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ് ആക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ പെർഫെക്ഷൻ വേണ്ട. ആക്ഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു രീതിയിൽ നിങ്ങൾ പെർഫെക്ഷൻ നോക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ ഇന്നായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത്, ചിലപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ആദ്യമായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവർ ഈ ഗ്രൂപ്പിലുണ്ടാവും. ചിലപ്പോൾ ഇന്നായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത് എനിക്ക് ഇന്ന് മുതൽ ആക്ഷൻ എടുക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടത്, നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം എന്നുള്ളതായിരിക്കും. പെർഫെക്ഷൻ ഇവിടെ വേണ്ട. ആർക്കും നിങ്ങളുടെ പെർഫെക്ഷൻ ഇവിടെ ആവശ്യമില്ല. നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് ബോധ്യപ്പെടുത്തിയാൽ മതി. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നിന്ന് ആക്ഷൻ എടുത്താൽ മതി. വേർഷൻ 1 ഇസ് ബെറ്റർ ദാൻ വേർഷൻ 9. ഒന്നുമില്ലാത്തതിനേക്കാളും ബെറ്റർ ആണ് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നത്, അല്ലേ? എത്ര പേർക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഞാൻ ഒന്നും ചെയ്യുന്നില്ല, അതിനേക്കാൾ എത്രയോ ബെറ്റർ ആണ് ഞാൻ ഇന്ന് ഒരു കാര്യം ചെയ്യുന്നത്. എത്ര പേർക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്? തംസപ്പ് ഇടും. എല്ലാ ദിവസവും നിങ്ങൾ ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ്. എല്ലാവരും തംസപ്പ് വരുന്നുണ്ട്. ആദ്യത്തെ ദിവസം തന്നെ നിങ്ങൾ വലിയൊരു മാസ്റ്റർ ആകണം എന്നില്ല. എവിടെ സക്സസ് ആയിട്ടുള്ള ആളുകളും ഒരിക്കൽ അവരൊരു ഡിസാസ്റ്റർ ആയിരുന്നു, ഒരിക്കൽ അവർക്കും കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവരും അന്ന് മുതൽ ചെറിയ ചെറിയ ആക്ഷൻ എടുത്തിട്ടാണ് അവരിപ്പോ നല്ലൊരു ലെവലിൽ എത്തിയിരിക്കുന്നത്. അത് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ ആഗ്രഹമുള്ളത് അതൊക്കെ നിങ്ങൾ ചെയ്യുക. നിങ്ങൾക്കൊരു വീഡിയോ ചെയ്യാനാണോ, നിങ്ങൾക്കൊരു യൂട്യൂബർ ആകാനാണോ, പല പല കാര്യം, നിങ്ങൾക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനാണോ, അതിനുവേണ്ടി എന്താണ് നിങ്ങളുടെ തടസ്സം എന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക. അതിലേക്ക് വേണ്ടി ഡെയിലി ഓരോ ആക്ഷൻസ് നിങ്ങൾ എടുക്കുക. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഒരു ദിവസം ഞാൻ ഒരു ആക്ഷൻ എന്തായാലും എടുത്തിരിക്കും. സെക്കൻഡ് ഡേ ഞാൻ 2 ആക്ഷൻ എന്തായാലും എടുക്കും. തേർഡ് ഡേ ഞാൻ ആക്ഷൻ എടുത്തിരിക്കും. അങ്ങനെ അങ്ങനെ നിങ്ങളെ തന്നെ ഡ്രൈവ് ചെയ്ത് നിങ്ങൾ മുമ്പോട്ട് പോവാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഓഫ് കോഴ്സ് സക്സസ് ആകാൻ സാധിക്കും. ഇതാണ് ഞാൻ പറഞ്ഞ സീക്രറ്റ്സ് ഓഫ് സക്സസ് എന്ന് പറഞ്ഞത്. സക്സസ് സീക്രറ്റ്സ്. എത്ര പേർക്ക് ഇതൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി? എങ്ങനെ എന്റെ ലൈഫിൽ എനിക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും, ഞാൻ നാളെ മുതൽ ഇത് ചെയ്യുമെന്നൊക്കെ തോന്നുന്ന എത്ര പേരുണ്ട്? എന്തെങ്കിലും എനിക്കിത് ചെയ്തേ പറ്റൂ എന്നുള്ളൊരു ഫീല് നിങ്ങൾക്ക് കിട്ടിയോ? അങ്ങനെയാണെങ്കിൽ ആർക്കെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്? ഞാൻ നാളെ മുതൽ ഈ ഒരു കാര്യം ചെയ്യും, ഞാൻ എൻ്റെ ഒരു എൻവയോൺമെന്റിനെ ഒന്ന് റെഡി ആക്കും, അല്ലെങ്കിൽ ഞാൻ ഈ ഒരു ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്യും എന്ന് നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ ഓപ്പൺ ആയിട്ട് പറയാം. ഡെയിലി വർക്ക്ഔട്ട് ചെയ്യുന്ന ഒരാൾ പറയുന്നുണ്ട്, സജീറ പറയുന്നു ഡെയിലി വർക്ക്ഔട്ട് ചെയ്യുന്നു. ഓക്കെ, വെരി ഗുഡ്. സോഷ്യൽ മീഡിയ യൂസേജ് കുറയ്ക്കും, മാറ്റിവെച്ചിരിക്കുന്ന കാര്യങ്ങൾ ചെറുതായി ചെയ്യാൻ തുടങ്ങും. ഓഫ് കോഴ്സ് ചെയ്തേ പറ്റൂ. ജിഷയാണ് പറഞ്ഞിരിക്കുന്നത് ഡെയിലി വർക്ക്ഔട്ട് ചെയ്യുന്നു പറയുന്നുണ്ട്. ഓക്കെ, പഠിക്കുന്നു പറയുന്നുണ്ട്. ഓക്കെ, പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുക. പഠിക്കാൻ ഏജ് ഇസ് നോട്ട് എ മാറ്റർ. എത്ര വലിയ ഏത് പ്രായമായാലും കണ്ടിന്യൂസ് ലേണർ ആയി മാറുക എന്നുള്ളതാണ് പഠിക്കുക. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും പെട്ടെന്ന് സക്സസ് ആവാൻ പറ്റും. അല്ലാത്തടത്തോളം നിങ്ങൾക്കും ഈ പറഞ്ഞ പോലെ 2 ദിവസം ഗോൾ സെറ്റ് ചെയ്യും, 3ന്റെ അന്ന് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. മോർണിംഗ് നേരത്തെ എഴുന്നേക്കാൻ ശ്രമിക്കും. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഇന്ന് തന്നെ നിങ്ങളുടെ ബുക്കിൽ എഴുതി വെക്കുക എന്ത് ആക്ഷൻസ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഈ പറഞ്ഞ 5 കാര്യങ്ങളിൽ എനിക്ക് എങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങൾക്ക് ചെയ്യാം. ഇനി ഇതിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ എന്തെങ്കിലും ഒരു ട്രബിൾ ഉണ്ട്, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വരുന്ന വർക്ക്ഷോപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. എനിക്ക് എന്നെ ബിൽഡ് ചെയ്തെടുക്കാം, എങ്ങനെ എൻ്റെ പുതിയ ഹാബിറ്റ്സ് എനിക്ക് കൊണ്ടുവരാം, എങ്ങനെ എൻ്റെ എനർജി എപ്പോഴും അപ്പാക്കി നിർത്താം, എൻ്റെ ഇമോഷൻസിനെ എനിക്ക് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ള ഇതിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയ വർക്ക്ഷോപ്പിലേക്ക് ജോയിൻ ചെയ്യാം. അല്ലാത്തവര് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ വർക്ക് ചെയ്യാം, എന്തെനിക്ക് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് ജസ്റ്റ് നിങ്ങളിൽ തന്നെ ഒന്ന് വർക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത വീക്കിൽ ഇതേ ടൈമിൽ തന്നെ നമുക്ക് അടുത്ത സെഷനായിട്ട് വരാം. ആർക്കൊന്നും ഷെയർ ചെയ്യാനില്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, എന്താ മാമിന്റെ കേട്ടോ? യെസ് സർ, പറയൂ സർ. ചുരുക്കി പറഞ്ഞാല് സക്സസ് സീക്രട്ട് ആണ് മാം ഇവിടെ പറഞ്ഞു വെച്ചത്. നമ്മുടെ ഗ്രോത്തിന് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങൾ മാം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അത് 3 പ്രത്യേകിച്ച് പറഞ്ഞു. മൈൻഡ് സെറ്റാണ്, ഹാബിറ്റ്സ് പറഞ്ഞു, എൻവയൺമെന്റ് പറഞ്ഞു, ആക്ഷൻസ്. ഈ കാര്യങ്ങളായിട്ട് തിരിച്ചുകൊണ്ടാണ് നമ്മളെ സ്റ്റക്കായി നിർത്തുന്ന കാര്യങ്ങളെന്ന് മാം പറഞ്ഞു. മൈൻഡ് സെറ്റ് എന്ന് ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ വാട്ട് വി ബിലീവ് ആണ്.
നമ്മുടെ ബിലീഫ് സിസ്റ്റം മാറ്റണം. അതായത് നമ്മളത് ലേൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്, അത് മാറ്റിയെടുക്കുക, അത് അൺലേൺ ആക്കി പുതിയ കാര്യങ്ങളിലേക്ക് ലേൺ ചെയ്യുക. അങ്ങനെ വന്നാൽ മാത്രമേ നമുക്ക് ഉയർച്ച ഉണ്ടാവൂ. അപ്പം നമ്മുടെ മൈൻഡ് സെറ്റ് പ്രോപ്പർ ആയിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞു വെച്ചത്. രണ്ട് ഹാബിറ്റ്സ് എന്ന് വെച്ചാൽ നമ്മുടെ ശീലങ്ങളാണ്. ഇപ്പം നമ്മൾ ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങൾ എങ്ങനെയൊക്കെ വേണം. നമ്മൾ ഡെയിലി ഇവിടെ നമ്മൾ ചെയ്യുന്നത് സോഷ്യൽ മീഡിയാസ്, അത് റീൽസ് പോലുള്ള കാര്യങ്ങൾ. അപ്പം മൂന്നാമത് പറഞ്ഞു വെച്ചിട്ടുള്ളത് ദാറ്റ് ഈസ് വാട്ട് വി ഫീൽ, അതാണ് മാമിടെ പറഞ്ഞു വെച്ചത്. അപ്പം അത് നമുക്ക് വേണ്ടുന്ന ഇമോഷൻസ്, നല്ലൊരു ഇമോഷൻസ് നമ്മൾ കൊണ്ടുവരണം. ആ ഇമോഷൻസ് ശരിയായാൽ നമുക്ക് ഉയർച്ച ഉണ്ടാകും. പിന്നെ എൻവയൺമെൻറ്റ്, മറ്റ് നമ്മുടെ ചുറ്റുപാടുകളൊക്കെ നമുക്ക് അനുകൂലമല്ല, മോശമാണെന്നുള്ള ചിന്താഗതിയാണ് നമ്മുടെ മനസ്സിൽ ശരിയാകില്ല. അപ്പം അത് മാറ്റി നമ്മൾ അത് മനസ്സിലാക്കി അതിൽ നിന്ന് മാറ്റം വരുത്തിക്കൊണ്ട് മുന്നേറാൻ ശ്രമിക്കണമെന്നാണ് നാം പറഞ്ഞു വെച്ചത്. നമ്മളെല്ലാവരും എൻ്റെ എൻവയൺമെൻറ്റ് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഉയർച്ച ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നെ അഞ്ചാമത്തെ കാര്യം ആക്ഷൻസ് എടുക്കണം. നമ്മൾ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും വിജയിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്മോൾ സ്റ്റെപ്സ് ആയിട്ട് നമ്മൾ എടുത്തിരിക്കണം. ശരിക്കും പറയാം, നമ്മൾ ഓവറോൾ ഗ്രോത്ത് ആഗ്രഹിക്കുന്ന നമ്മളെല്ലാവരും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. മൈൻഡ് സെറ്റ് ശരിയാക്കുക, അതിൽ വർക്ക് ചെയ്യുക. അത് നമ്മളെ മൈൻഡ് റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ കൊണ്ടുവരണം. നമ്മളൊരു ആക്ഷൻ എടുക്കുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഹാബിറ്റ് തന്നെയായാലും ഇത് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. പേടി പാടില്ല. പിന്നെ നമ്മൾ ബ്രെയിൻ എപ്പോഴും നമ്മോട് പറയും നമ്മുടെ കംഫർട്ട് സോണിൽ ഇരിക്കുക എന്നുള്ളതാണ്. അത് വാട്ട് യു ബിലീവ്. ബ്രെയിൻ വർക്ക് എപ്പോഴും നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇതാണ്. ബ്രെയിൻ സപ്പോർട്ട് ചെയ്യുന്ന എന്താണ്? വാട്ട് യു ബിലീവ്. അപ്പം നമ്മുടെ ബിലീഫ് സിസ്റ്റം എങ്ങനെയായി എന്ന് നാം മനസ്സിലാക്കണം. പിന്നെ ഗുഡ് ഹാബിറ്റ്സ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന എടുത്ത് പറഞ്ഞു. മെൻ്റൽ ക്ലാരിറ്റി വേണം. ഇതൊക്കെയാണ്. ഡോണ്ട് വെയിറ്റ് ഫോർ ദ പെർഫെക്റ്റ് മൂവ്മെന്റ്സ്. പെർഫെക്ഷനിസ്റ്റം, പെർഫെക്ഷൻ എന്ന് പറഞ്ഞപ്പോൾ ചില ആൾക്കാർ പറയും ഇത് പറ്റിയല്ല, നാളെ ഞാൻ നല്ലപോലെ ഒന്ന് പഠിച്ചിട്ട് പ്രസംഗിക്കാം. ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്. നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ ഇപ്പോഴേ എന്നെ തുടങ്ങി വെക്കുക, എല്ലാം കറക്റ്റായി വന്നു. ഇങ്ങനെ നമ്മൾ പെർഫെക്ഷനെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ആ കാര്യത്തിലേക്ക് മുന്നേറാൻ സാധിക്കില്ല. ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞ രത്ന ചുരുക്കം. ബാക്കിയുള്ളവർ പറയാനുള്ളത് കൊണ്ട് ഞാൻ അതിനെ വിശദീകരിക്കാതെ പോയി. അത്ര ക്ലിയർ ആയിട്ടാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഗ്രോത്ത് ഉണ്ടാവും. താങ്ക് യു ഫോർ ഷെയറിങ്. നല്ല രീതിയിൽ സാർ അത് കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീക്കിൽ ഇതേപോലെ കാണാം. നല്ലൊരു പവർഫുൾ സെഷനോടുകൂടി നമുക്ക് സെഷനായിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ വർക്ക് ചെയ്യുക. ഈ ഒരു ആഴ്ചയിൽ നിങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻസിൽ നിങ്ങൾ വർക്ക് ചെയ്യുക. നെക്സ്റ്റ് വീക്ക് നമുക്ക് കാണാം. ഓക്കെ, ബൈ. ഓക്കെ.